നാട് ഓടുമ്പോൾ നടുവേ ഓടുന്ന നല്ല പെന്തിക്കോസ്, ചേരയെ തിന്നുന്ന നാട്ടിൽ ചെല്ലുമ്പോൾ നടുത്തുണ്ടം തിന്നുന്ന നല്ല പെന്തിക്കോസ്. നീ അമേരിക്കയിലാണെങ്കിലും കാനഡയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റിലാണെങ്കിലും ആഫ്രിക്കയിലാണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും ഞാനും നിങ്ങളും ദൈവത്തിന് പ്രത്യേക സമ്പത്താണ്. എനിക്ക് പെന്തിക്കോസിനോട് ചില കാര്യത്തോട് യോജിക്കാത്തത്, നമ്മുടെ പെന്തിക്കോസിലെ ബിരുദന്മാരും വീരന്മാരും കേരളത്തിലൊരു ഉപദേശം പറയും, അമേരിക്കയിലും കാനഡയിലും ചെല്ലുമ്പം വേറെ ഒരു ഉപദേശം. അതിനോട് എനിക്ക് യോജിപ്പില്ല. പെന്തിക്കോസിലെ ചിലര് ഇവിടെ ആഭരണം ഇടുന്നവർക്ക് കർത്തമേശ കൊടുക്കുകയല്ല. ഈ പറഞ്ഞ പുള്ളിക്കാരുടെ മക്കളും കൊച്ചുമക്കളും മരുമക്കളും ഇട്ടിട്ടുമുണ്ട്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒന്നുകൂടെ ആ വായിച്ച വാക്യം ഒന്ന് വായിച്ച് സഹായിക്കണം. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. വളരെ പരിചിതമായ വാക്യശകലമാണ്. എത്ര നാൾ ചതിച്ചു കൊള്ളും പിശാചി ലോകം, എത്ര നാൾ പരിച്ചു കൊള്ളും, എത്ര നാൾ പറഞ്ഞും കൊള്ളും അപവാദങ്ങൾ ശുദ്ധിമാന്മാരുടെ മേലും. കർത്താവേ നോക്കി കാണാം പാർത്തലത്തിൻ ദുരിതം, 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 കർത്താവേ നോക്കി കാണാം, കർത്താവേ നോക്കി കാണാം പാർത്തലത്തിൻ ദുരിതം. കർത്താവേ നോക്കി കാണാം പാർത്തലത്തിൻ ദുരിതം, കർത്താവേ നോക്കി കാണാം പാർത്തലത്തിൻ ദുരിതം. സാത്താന്റെ ധിക്കാരത്തെ നീക്കുവാനായി പ്രിയ, സാത്താന്റെ ധിക്കാരത്തെ നീക്കുവാനായി പ്രിയ, കാന്താതാമസം എന്താകോ വന്നിടാനേജോ, കാന്താതാമസം എന്താകോ. ഞങ്ങളെ 2 ദിവസം എന്തെങ്കിലും ഒക്കുള്ളൂ. അപ്പം എന്നാലും കുഴപ്പമില്ല, ദൈവം സഹായിക്കട്ടെ. ഒരിക്കൽ കൂടി ആ വാക്യം ഒന്ന് വായിച്ച് ദൈവദാസൻ വായിച്ചാട്ടെ. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. ഉറപ്പിച്ച് പറയാ, പറ്റുകയില്ല. ഞാന് താഴോട്ടൊന്ന് ഇറങ്ങി നിന്നോട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. വളരെ പരിചിതമായ ഒരു വേദശകലമാണ്. ദൈവത്തിന് മഹത്വം. സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിന്റെ പ്രാരംഭ ഭാഗമാണ് ഇന്ന് പകല് ദൈവവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. സംഖ്യാപുസ്തകം പേര് കേൾക്കുമ്പോൾ അറിയാം എന്തോ ആ പുസ്തകത്തിന്റെ വിശേഷത. ബുദ്ധിയോടെ പറഞ്ഞു. സംഖ്യാപുസ്തകം ന്യായമായിട്ട് ഇതിന് മറുപടി പറയാം. പുസ്തകത്തിന്റെ വിശേഷത ഉറക്കെ പറ.
സംഖ്യാപുസ്തകം, പുസ്തകത്തിന്റെ വിശേഷത ഉറക്കെ പറഞ്ഞു. ഒത്തു വരുന്നുണ്ടെങ്കിലും കണക്കാ, എനിക്ക് മനസ്സിലായി, കണക്കാ. അപ്പോൾ സംഖ്യാപുസ്തകം കണക്കെടുക്കുന്ന പുസ്തകമാണ്. ആരുടെ കണക്ക്? ഉറക്കെ നമ്മൾ ഒന്നിച്ചാ ശുശ്രൂഷിക്കുന്നത്. സാധാരണ നിങ്ങൾ പാസ്റ്റർമാർ പറയുന്ന കേട്ടങ്ങ് പോവുക. ഇന്നിപ്പം നിങ്ങൾ പറയുന്ന ഞാനിവിടെ കേൾക്കുന്നുണ്ട്. വേണ്ട, നിങ്ങൾക്കും പറയാനുണ്ടല്ലോ. സാധാരണ പാസ്റ്റർമാർ പറയുന്നത് നിങ്ങൾ കേട്ട് അല്ലേലൂയ പറയാൻ പറയുമ്പോൾ അല്ലേലൂയ, ഗ്ലോറി പറയാൻ പറയുമ്പോൾ ഗ്ലോറി, കരങ്ങൾ വീശാൻ പറയുമ്പോൾ നിങ്ങൾ അനുസരിക്കുന്നവരാ. ഇന്ന് നിങ്ങൾ പറയുന്ന ഞാനിവിടെ കേൾക്കുക. എന്നിട്ട് നിങ്ങൾക്ക് സന്തോഷമില്ല. അപ്പൊ ശ്രദ്ധിക്കുക, സംഖ്യാപുസ്തകം, ആ പുസ്തകത്തിന്റെ വിശേഷത കണക്കെടുക്കുന്ന പുസ്തകമാണ്. ആരുടെ കണക്ക്? ഇസ്രായേൽ മക്കളുടെ ഒറ്റ വാക്ക് പറഞ്ഞ ഇസ്രായേൽ മക്കളുടെ കണക്കെടുക്കുന്ന പുസ്തകമാണ്. ഇവരെല്ലാം കണക്കാ. 2 സ്ഥലത്ത് വെച്ച് ഇവരുടെ കണക്കെടുത്തു എന്ന് പറഞ്ഞാൽ ഇവരെ എണ്ണി തിട്ടപ്പെടുത്തി 2 സ്ഥലത്ത് വെച്ചു. നിങ്ങൾ ഒരു വാക്യം ഒന്ന് വായിച്ചേ. സംഖ്യാപുസ്തകം 26-ാം അധ്യായത്തിന്റെ 63-64 വാക്യങ്ങളൊന്ന് വായിച്ചേ. കണ്ണിക തുടങ്ങുന്നിടത്ത്. മോനെ, നിനക്ക് നടുവിന് വേദനയുണ്ടോ? ഇല്ല, എന്നാ കാല് മടക്ക്. വായിച്ചേ. യെരിഹോവിന് സമീപത്ത് യോർദാൻ അരികെ മോവാബ് സമഭൂമിയിൽ വെച്ച് യോർദാൻ അരികെ മോവാബ് സമഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ മോശയെയും പുരോഹിതനായ എലയാസരും എണ്ണിയവർ ഇവർ തന്നെ. എന്നാൽ മോശയും അഹരോൻ പുരോഹിതനും സീനായ് മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ അവർ എണ്ണിയവരിൽ ഒരുത്തനും ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വാക്യം പഠിക്കുമ്പോൾ 2 സ്ഥലത്ത് വെച്ച് ഇവരെ എണ്ണി. ഇസ്രായേൽ മക്കളെ 2 സ്ഥലത്ത് വെച്ച് എണ്ണി. ആ 2 സ്ഥലം ഏതൊക്കെയാ? ഒന്ന്, നിങ്ങൾ പുതിയ സ്ഥലം ഒന്നും കണ്ടുപിടിക്കണ്ട, അവിടെ ഉള്ള കാര്യം പറഞ്ഞാൽ മതി. ഉറക്കെ പറ. ഒരാള് ഉറക്ക സ്ഫുടമായിട്ട് പറ. എല്ലാവരോടും പറഞ്ഞാൽ ചിലപ്പം കേൾക്കത്തുമില്ല. അപ്പൊ 2 സ്ഥലത്ത് വെച്ചാണ് ഇവരെ എണ്ണിയത്. ഒന്ന് യോർദാൻ അരികെ മോവാബ് സമഭൂമിയിൽ വെച്ച് ഒന്ന് എണ്ണി. 2 സീനായ് മരുഭൂമിയിൽ വെച്ച്. നിങ്ങൾ വേദപുസ്തകം പഠിക്കുന്നവരും ധ്യാനിക്കുന്നവരും ചിന്തിക്കുന്നവരും ഒക്കെയാണ്. അപ്പോ ആദ്യം ഇവരെ എണ്ണിയത് എവിടെ വെച്ചാ? ഉറക്കെ പറ. സീനായ് മരുഭൂമിയിൽ വെച്ച്. രണ്ടാമത് എണ്ണിയത് ഉറക്കെ പറ. യോർദാൻ അരികെ മോവാബിൽ വെച്ച്. ഇനി ആദ്യം എണ്ണിയത് പ്രധാനപ്പെട്ടൊരു സംഭവം കഴിഞ്ഞാ എണ്ണിയത്. ഏതാ? ഇവരുടെ ജീവിതത്തിലെ സുപ്രധാന ഒരു സംഭവം കഴിഞ്ഞോട്ട് വരുമ്പോൾ ആദ്യം എണ്ണുന്നത്. ഒറ്റവാക്യം പറയാം, ചെങ്കടല് കടന്നതിന് ശേഷം. എല്ലാം പ്രധാനപ്പെട്ട കാര്യമാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ചെങ്കടല് കടന്നത്. ചെറിയ കാര്യമല്ല. അപ്പൊ ചെങ്കടല് കടന്ന് ഇങ്ങോട്ട് മുൻപോട്ട് വന്നപ്പോൾ ആദ്യം എണ്ണി സീനായ് മരുഭൂമിയിൽ വെച്ചു. രണ്ടാമത് എണ്ണുന്നത് ഇതുപോലൊരു സംഭവത്തിന് മുമ്പാ. ഏതാ? ഉറക്കെ പറ. യോർദാൻ കടക്കുന്നതിന് മുമ്പ്. 2 ഭാഗത്തെ എണ്ണുന്നതിനോട് ബന്ധപ്പെട്ട് വെള്ളമാ വിഷയം. ഈ വെള്ളത്തിന്റെ വിഷയം വരുമ്പോഴാണല്ലോ ആൾക്കാര് എണ്ണാൻ സമ്മതിക്കാത്ത. അതുവരെ സഭാകോളി വരും, കൈയടിക്കും, പാട്ട് പാടും, നൃത്തം ചെയ്യും, ചാടും, തുള്ളും, മറിയും. വലിയ വെള്ളത്തോട് ബന്ധപ്പെട്ട് വരുമ്പോഴാ അന്നേരം എണ്ണാൻ നിൽക്കുകയല്ല. അന്നേരം ഇവർ പറയും ഞങ്ങൾ നേരത്തെ വെള്ളം അടിച്ചതാന്നല്ല. സ്തോത്രം. ഒന്ന്, ചെങ്കടല് കടന്ന ഉടനെ ഇവരെ ഒന്നെണ്ണി. 2,
യോർദാൻ കടക്കുന്നതിന് മുമ്പ് എണ്ണി. കാരണം യോർദാൻ കടന്നാൽ പിന്നെ അക്കരെ ഏത് ഭാഗമാ? കനാലിലോട്ട് പോകാൻ പോവുക. യോർദാൻ കടന്നാൽ ഭാഗ്യ കനാലിൽ മോദമോടെന്നും വസിക്കും യുഗായുഗം. യോർദാൻ കടന്നാൽ ഭാഗ്യ കനാലിൽ മോദമോടെന്നും വസിക്കും യുഗായുഗം. വീഴാതെ നിൽക്കുവാൻ നീ തൂണ ചെയ്യണേ എന്നാത്മനായകനേ. ഈ മരുമാസം തുടർന്നിടുവാൻ വീഴാതെ നിൽക്കുവാൻ. ആട്ടെ, ചില പ്രിയപ്പെട്ടവർ എൻ്റെ കൂടെ പാടി അഭിനന്ദിക്കുന്നു. ഈ പഴയ പാട്ടുകളാ സാധാരണ പാടുക പതിവ്. നിങ്ങൾ ചിലരെ സഹായിക്കുന്നത് കൊണ്ട് നന്ദിയുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പം ഈ പാട്ടുകളെല്ലാം കോൺട്രാക്ട് ബേസിൽ കൊടുക്കുന്നത് കൊണ്ട് എല്ലാവർക്കും പാട്ട് അറിയത്തില്ല. ഇപ്പം ഷവോടക്കിന് എന്നാലും വിവാഹ ശുശ്രൂഷയ്ക്ക് എന്നാലും ഏതിന് പാട്ട് കോൺട്രാക്ട് കൊടുക്കുക. അപ്പം ഒരു തുക പറഞ്ഞവർ ഒക്കും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് സമയമാകുമ്പോൾ കസേര കയറി നോക്കിയിരിക്കുക, ഇത് ഒക്കുന്നുണ്ടോ, നമ്മൾ ഉദ്ദേശിച്ച പാട്ട് പാടുന്നുണ്ടോ, അവരുടെ ആ രീതി എങ്ങനെ, നമ്മൾ ഇത് ഒക്കുന്നുണ്ടോ നോക്കിയിരുന്നാൽ മതി. നമ്മൾ പാടുകയൊന്നും വേണ്ട. അത് അവർ കോൺട്രാക്ട് എടുത്തുകൊണ്ട് അവരിത് പാടി ഒപ്പിച്ചോളും. അപ്പം അതുകൊണ്ട് വന്നിരിക്കുന്ന ഒരു കുഴപ്പടി വിശ്വാസികൾക്ക് ആർക്കും പാട്ട് തിട്ടമില്ല ഇല്ല. എന്നാൽ ഇവിടെ നിങ്ങൾ ചിലർ എൻ്റെ കൂടെ പാടിയതിന് നിങ്ങളെ അഭിനന്ദിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇടയ്ക്ക് ഞാൻ പാടുകയാണെങ്കിൽ നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് പാടാൻ തോന്നുന്നില്ല. അഥവാ പാടുകയാണെങ്കിൽ നിങ്ങൾ കൂടെ ഒന്ന് സഹായിക്കണം. നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം തന്നെ പാട്ടും പ്രാർത്ഥനയാണ്. വേറെ പണിയൊന്നുമില്ല. അങ്ങനല്ലേ നമ്മളെ പറ്റി? നിങ്ങൾക്ക് എപ്പോഴും പാട്ടും പ്രാർത്ഥനയാണ്. ഇപ്പം അതത് പറയാനൊക്കത്തില്ല. ഇത് രണ്ടും ഇപ്പം ഇല്ലാതായിരിക്കുക. ചെല്ലെ പറ്റി പറഞ്ഞു അവിടെ എപ്പോഴും അങ്ങ് അലപ്പാ, വഴക്കും പൊക്കാറുവാ. അത് പറയിപ്പിക്കരുത്. എപ്പോഴും പാട്ടും പ്രാർത്ഥനയാന്ന് പറയിപ്പിക്കണം. അയലത്തുകാർ പറയണം, അയ്യോ എപ്പോഴും അങ്ങ് പാട്ടും പ്രാർത്ഥനയാണ്, ഇത് പറയിപ്പിക്കണം. അല്ല, അയ്യോ എപ്പോഴും അങ്ങ് അനാവശ്യം പറയുകയും തെറി പറയുകയും ബഹളമാണ്, ഈ എന്നെ അടുത്ത് വന്നത് കാരണം ഞങ്ങൾക്ക് പോലും സ്വസ്ഥമായിട്ട് അങ്ങനെ പറയിപ്പിക്കരുത്. അവരെ കൊണ്ട് പറയിപ്പിക്കണം. എപ്പോഴും പാട്ടും പ്രാർത്ഥനയാണ്. അത് വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മളെ പറ്റി അങ്ങനെ പറയട്ടെ, എപ്പോഴും പാട്ടും പ്രാർത്ഥനയാണ്. അപ്പൊ രണ്ട് സ്ഥലത്ത് വെച്ച് ഇവരെ എണ്ണി. ഒന്ന് സീനായി മരുഭൂമിയിൽ വെച്ച്, രണ്ട് മോവാബ് സമഭൂമിയിൽ വെച്ച്. അപ്പൊ സംഖ്യാപുസ്തകം എണ്ണമെടുക്കുന്ന പുസ്തകമാണ്. ഞാൻ അധികം വിവരിക്കുന്നില്ല. ഇവരെ എണ്ണി തിട്ടപ്പെടുത്തിയ പുസ്തകമാണ്. ഇസ്രായേലിന്റെ കനാനിലേക്കുള്ള പ്രയാണവേളയിൽ ഏതാണ്ട് 40 കൊല്ലം കൊണ്ട് 42 ഇടങ്ങളിൽ പാളയമടിച്ച് 12 ഇടങ്ങളിൽ വെച്ച് പുറപുറത്ത് 10 സ്ഥലത്ത് വെച്ച് ഇവർക്ക് ശിക്ഷ നടത്തി. എണ്ണി തിട്ടമെടുത്തതിൽ 2 പേര് ഒഴികെ ശിഷ്ടമുള്ളവർ പട്ടുപോകുകയും ശേഷമുള്ളവർ ഇവർ കനാനിലേക്ക് പ്രവേശിച്ചു. ഇതിനിടയ്ക്ക് അഹ്റോൻ മരിച്ചു, മോശ മരിച്ചു, ദൈവമടക്കി, മിരിയാം മരിച്ചു. മോശയുടെ കൈക്ക് വെള്ളമൊഴിച്ച യോശുവ, എബ്രയീം ഗോത്രത്തിൽ നൂന്റെ മകൻ യോശുവ, ദൈവകൃപയിൽ ശരണപ്പെട്ട് നേതൃത്വം ഏറ്റെടുത്ത് ഇവരെ മുൻപോട്ട് നടത്തി. യോർദാൻ കടന്ന് ഇവരെ കനാനിലേക്ക് പ്രവേശിച്ച് കനാനിൽ വന്ന് യോശുവ ഇവർക്ക് ചീട്ടിട്ട് ദേശം പകർത്തു കൊടുത്തു. അങ്ങനെയാണ് ഇതിന്റെ ഓർഡർ. അപ്പോൾ യോർദാൻ കടക്കുന്നതിന് മുമ്പ് ഇവര് മോവാബ് സമഭൂമിയിൽ വന്ന് പ്രളയമടിച്ചപ്പോൾ ആ മോവാബിൽ വെച്ച് നടന്ന ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് കുറുവാക്യമായിട്ട് എടുത്തത്. അവിടെ ഒരു പ്രവാചകൻ ബിലയാം വന്ന് ഇസ്രായേൽ മക്കളെ ശപിക്കാനായിട്ടാണ് വന്നതെങ്കിലും ദൈവം നാവിനെ തിരിച്ചങ്ങ് മറച്ചു. എന്റെ ഭാഷ പറഞ്ഞ പ്രാഗി കൊല്ലാനാ വന്നെങ്കിലും ദൈവം റൂട്ട് മാറ്റിവിട്ടു. ഒരു കാര്യം ദൈവമക്കളോട് പറയാം, നിന്നെ തകർക്കാനും പ്രാഗി കൊല്ലാനും നശിപ്പിക്കാനും ഒക്കെ ആ പദ്ധതി ഇട്ട് ശത്രു പക്ഷേ നേർക്ക് നേരെ വരും, വ്യക്തികളെ ഒരുക്കും. പക്ഷേ നീ പ്രാർത്ഥിച്ച് ഉപവസിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവം അത് റൂട്ട് മാറ്റിവിടും. പ്രൈസ് ദി ലോർഡ്.
ഒന്നുകൂടെ മനസ്സിലാകുന്ന ഭാഷയിൽ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞാൽ, മരണകരമായ രോഗമായിരിക്കാം നിന്നെ പിടികൂടിയിരിക്കുന്നത്. ഒരു ഡോക്ടർമാർ ചിലപ്പോൾ പറഞ്ഞു കാണും, അധിക നാൾ കാണത്തില്ല, ഇത് സീരിയസ് ആ 4th സ്റ്റേജ് ആയെന്നൊക്കെ പറയാതിരിക്കട്ടെ. പക്ഷെ നീ പ്രാർത്ഥിച്ച് ഉപവസിക്കുമ്പോൾ ദൈവം അതിന്റെ റൂട്ട് മാറ്റിവിടും. പ്രൈസ് ദ ലോർഡ്. ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും. രോഗികളുടെ കൈവച്ചാൽ സൗഖ്യം വരും. എൻ്റെ ഭാഷ പറഞ്ഞാൽ മരണകരമായത് കുടിച്ചാലും കടിച്ചാലും നിനക്ക് കാര്യം വരികയില്ല. പ്രൈസ് ദ ലോർഡ്. പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന, ആരാധിക്കുന്ന ദൈവ പൈതലേ, നീ ദൈവസന്നിധികൾ ജാഗരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ചില വിഷയത്തിന്റെ റൂട്ട് മാറ്റി വിടുവെന്ന്. പ്രൈസ് ദ ലോർഡ്. അവൾ പ്രാഗി കൊല്ലാനാ പ്രവാചകനെ കൊണ്ടുവന്നത്. പക്ഷെ പ്രാഗാൻ പുള്ളി അങ്ങോട്ട് ഒരുങ്ങിയപ്പോൾ നാവിനെ ദൈവം റൂട്ട് മാറ്റിവിട്ടു. ശാപവചനങ്ങളാ വരണ്ട്. പക്ഷേ ദൈവം തമ്പുരാൻ ഇദ്ദേഹത്തിന്റെ നാവിൽ അനുഗ്രഹത്തിന്റെ വചസ്സുകൾ കൊടുത്തു. നമ്മുടെ വിചാരമല്ല ദൈവത്തിന്റെ വിചാരം, നമ്മുടെ വഴികളല്ല ദൈവത്തിന്റെ വഴി. പ്രൈസ് ദ ലോർഡ്. ആമേൻ. നിന്നെ പറ്റി ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ദൈവം അത് നന്നായി ചെയ്തു തരും. ഹല്ലേലൂയ. അവൾ ഇസ്രായേൽ മക്കളെ മോവാബ് സമഭൂമിയിൽ വന്നിങ്ങനെ പാളയം അടിച്ച് കിടക്കുക. ഇവർക്ക് പ്രധാനമായിട്ട് 4 പാളയമാണ്. യഹൂദ്യ പാളയം, രൂബേന്യ പാളയം, എബ്രഹീമിയ പാളയം, ദാൻ പാളയം. 4 പാളയം. ഈ പാളയം തന്നെ വളരെ ഓർഡറായിട്ടാണ് പോകുന്നത്. ഞാനത് പിന്നീട് ആ ഭാഗത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവര് ഈ മോവാബ് സമഭൂമിയിൽ വന്നിങ്ങനെ പാളയം അടിച്ച് കിടക്കുക. അപ്പൊ ആ നാട്ടിലെ രാജാവാകുന്ന ബാരാക്ക് ഇത് കണ്ട് പേടിച്ചു. ഇസ്രായേൽ മക്കളുടെ ആ പാർപ്പിടവും പോക്കും വരവും, ഇവരുടെ കൂടാരവും അതിന്റെ ക്രമീകരണവും ആ വരവും, കാഹളം മീട്ടുകയും, വെള്ളി കൊണ്ട് അടിപ്പുപണിയായിട്ട് 2 കാഹളമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതങ്ങോട്ട് മീട്ടുകയും അതിന്റെ ശബ്ദം കേൾക്കുകയും ഇവരെ കൂടാരത്തിന്റെ കുറ്റി ഊരുകയും പോവുകയും പാർക്കുകയും ഇതെല്ലാം കണ്ട് രാജാവ് ഭയപ്പെട്ടു പോയി. പിന്നെ ഇവരുടെ ആ രീതിയും പ്രകൃതിയൊക്കെ കണ്ട് ഇവന് പേടിച്ചിട്ട് പറയുന്നൊരു പദമുണ്ട്, അയ്യോ, കാള വയലിലെ പുല്ല് നക്കി കളയുന്നത് പോലെ ഈ കൂട്ടം മുഴുവൻ നമ്മെ നക്കി കളയുമെന്ന്. വായിച്ചേ 22-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യം വായിക്കാം. പെട്ടെന്ന്. ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെട്ട് എരിഹോവിന്റെ സമീപത്ത് യോർദാൻ അക്കരെ മോവാബ് സമഭൂമിയിൽ പാളയമിറങ്ങി. ഇസ്രായേൽ അമോര്യനോട് ചെയ്തതൊക്കെയും, ഇസ്രായേൽ മക്കൾ അമോര്യരോട് ചെയ്തതൊക്കെയും സിപ്പോറിന്റെ മകനായ ബാലാക്ക് അറിഞ്ഞു. ജനം വളരെ ആയിരുന്നത് കൊണ്ട് മോവാബ് ഏറ്റവും ഭയപ്പെട്ടു. ഒന്നുകൊന്നൊക്കെ ജനം മർദ്ദിക്കുക, ഇത് പേടിയാ. അതാന്നല്ല ഇപ്പം നമ്മളെ പറ്റിയുള്ള പേടി. ഓരോ ദിവസവും ആത്മാക്കൾ രക്ഷിക്കപ്പെടുക, പേടിയാ ഇല്ലേ? പിന്നെ നമ്മുടെ കയ്യിൽ അല്പം കുഴപ്പടിയുണ്ട്. ഒരു പൂഞ്ഞാൻ വന്ന ഉടനെ നമ്മൾ ഭയങ്കര പരസ്യം അങ്ങ് കൊടുക്കും. അവിടെ 500 പേരെ സ്നാനപ്പെടുത്തി, ഇവിടെ 1000 പേര് മുങ്ങി, മുക്കുന്ന പുള്ളിയും മുങ്ങിയ പുള്ളിയും അതെല്ലാം. പിന്നെ ഭയങ്കര ബഹളമാണ്. സ്തോത്രം. ഇന്നടുത്ത് ഭയങ്കര ഉണർവ് നടക്കുന്നു. അപ്പൊ ഇത് കണ്ട ചിലർ അടങ്ങിയിരിക്കുവോ? അതും പ്രശ്നം ഉണ്ടാകാൻ ഒരു വഴി അതാ. പണ്ട് മേരിക്കോവര് കുഞ്ഞോളച്ചമ്മ പറയുമായിരുന്നു, ആന കാട്ടിൽ പ്രസവിക്കുന്ന ആരും അറിയുന്നില്ല. അതേസമയം ഒരു കോഴി മുട്ടയിട്ടാൽ അന്നത്തെ കണക്കാ കുഞ്ഞോളച്ചമ്മ പറയുന്നത് 50 പൈസയുടെ മുട്ട. ഇന്ന് 50 അല്ല, എത്രയാ, 8-10 രൂപ എങ്ങാണ്ട. എത്രയാ കോഴിമുട്ടയ്ക്ക്? ഈ ഏരിയയിൽ മുട്ടയൊന്നും കിട്ടുകയല്ലേ? 10 രൂപ. പണ്ട് കുഞ്ഞോളച്ചമ്മ പ്രസംഗിക്കുന്ന കാലത്ത് 50 പൈസയാ. അപ്പം ആനയുടെ കണക്കും പഴയ ആൾക്കാർ പറയാം, നടക്ക് 4000, മുടിക്ക് 3000 എന്നാ. ഇപ്പോഴല്ല, അന്ന്. ഇന്ന് ലക്ഷങ്ങളാ. അപ്പൊ ലക്ഷക്കണക്കിന് രൂപയുള്ള ആന പ്രസവിക്കുന്നു ആ കാട്ടിൽ. ആരും വലിയ പരസ്യവും ഇല്ല. അതേസമയം ഒരു കോഴി മുട്ടയിട്ട എന്തോ ബഹളമാ. പെരക്കി വിറ്റ് നടന്ന് കൊക്കുന്ന, ചിലപ്പോൾ മുറിക്കകത്ത് കയറി കൊക്ക് ഉറങ്ങിക്കിടക്കുന്ന അച്ചായനോട് എഴുന്നേറ്റു. അതിനെ ഓടിച്ചപ്പോൾ അത് ചാടി അടുക്കളയിൽ കയറി കൂട്ടാൻ വെച്ചതിൻ്റെ അകത്ത് കാല് വീണ് നെന്മീൻ മേടിച്ച് കറി വെച്ചതാ. വൈകിട്ട് എടുക്കാന്നും പറഞ്ഞ് അരപ്പ് വെക്കുന്നത് പിടിക്കട്ടെന്നോർത്ത് വെച്ചതാ. കോഴി അതിനകത്ത് അത് പോയി. 10-9,000 രൂപയുടെ
കാറ് കളഞ്ഞ് ഇട്ടത് 50 പൈസയുടെ. എന്ത് പൂരാ ബഹളം. ആ ടീപ്പോയുടെ മേളിൽ ഇരുന്ന ഫ്ലവർ വെക്കുന്ന ഗ്ലാസ് അത് തട്ടി അതിന് 850 രൂപ. TV-യുടെ മേളിൽ കയറി അത് തട്ടി താഴെ ഇട്ട് അതിന് ഇട്ടത് 50 പൈസയുടെ മുട്ട. എന്തെല്ലാം നാശനഷ്ടം. ഇപ്പൊ ആത്മീകത്തിലും ഇതൊക്കെ തന്നെ. സ്തോത്രം. ഒരു ചെറിയ കാര്യം മതി, നമ്മളത് ഊതി വീർപ്പിച്ച് ഭയങ്കര പ്രശ്നം. ആട്ടെ, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ജനം വളരെ ആയിരുന്നത് കൊണ്ട് മോവാബ് ഭയപ്പെട്ടു. വായിച്ചാട്ടെ. ഭയപ്പെട്ട് ഇസ്രായേൽ മക്കളെ കുറിച്ച് മോവാബ് പരിഭ്രമിച്ച് മോവാബ് മിദ്യാന്യ മൂപ്പന്മാരോട് കാള വയലിലെ പുല്ല് നക്കിക്കളയുന്നത് പോലെ ഈ കൂട്ടം നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരെയും നക്കിക്കളയും എന്ന് പറഞ്ഞു. പേടിച്ചു. ഇസ്രായേൽ മക്കളെ പറ്റി ഭയമാ. ഞാൻ ഒരു കാര്യം ദൈവമക്കളോട് പറയാ, ആമേൻ, പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, ജീവിക്കുന്ന നിന്നെ പലർക്കും ഭയമാ. സ്തോത്രം. അന്ന് വതാ ഇന്ന് വതാ. ആമേൻ, വിശ്വസ്തയോടെ വിശുദ്ധിയോടെ ആമേൻ പ്രാർത്ഥനയിൽ പോരാടി ആമേൻ ദൈവസന്നിധിയിൽ ആമേൻ വിശ്വസ്തയോടെ നിൽക്കുന്ന ദൈവമക്കളെ അന്നും ഭയമാ ഇന്നും ഭയമാ. പേടിച്ച് വിറച്ചു പോയി. ഇവൻ ഭയപ്പെട്ടിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അടുത്ത വാക്യം. അക്കാലത്ത് മോവാബ് രാജാവ് സിപ്പോറിന്റെ മകനായ ബാലാക്കായിരുന്നു. അവൻ ബയോരിന്റെ മകനായ ബിലയാമിനെ വിളിക്കുവാൻ അവന്റെ സ്വജാതിക്കാരുടെ ദേശത്ത് നദീതീരത്തുള്ള പെഥോരിലേക്ക് ദൂതന്മാരെ. ശരി ശ്രദ്ധിച്ചാൽ, ഇസ്രായേൽ മക്കളെ നശിപ്പിക്കണം. അപ്പൊ യുദ്ധം ചെയ്താൽ ഇവര് പരാജയപ്പെടത്തില്ല, കരുത്തന്മാരാ. കായബലം കൊണ്ട് ഇവരെ എതിരിടാനൊക്കത്തില്ല. മാനുഷികമായി ഒരു നിലയിലും ഇസ്രായേൽ മക്കളെ തകർക്കാൻ സാധ്യമല്ല. അപ്പോൾ അവർ മോവാബ് പ്രഭുക്കന്മാരും പ്രിയപ്പെട്ടവരും കൊണ്ട് ആലോചിച്ചു എങ്ങനെ ഇവരെ ഒതുക്കണം. അപ്പോൾ അവർ പോംവഴി കണ്ടുപിടിച്ചു. ഒതുക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. ഇവിടെ ഒരു പ്രവാചകനുണ്ട്. പ്രവാചകനെ വിളിച്ച് നാടൻ ഭാഷ പറഞ്ഞ് ഇതുങ്ങളെല്ലാം പ്രാഗിക്കൊല്ലണം. കാരണം പുള്ളി പ്രാഗിയാൽ ഇരുപ്പതാ, അറം പറ്റുന്ന പ്രാഗും. അങ്ങനെ മെസൊപ്പൊത്താമിയയിലെ പദോരിൽ നിന്ന് ബയോറിന്റെ മകനാകുന്ന ബിലയാമിനെ പുസ്തകത്തിൽ വായിക്കുന്നത് കൂലി കൊടുത്ത് വരുത്തിയെന്ന കൂലി. അതുകൊണ്ടാണ് കൂലി കൊതിച്ചു എന്ന ഒരു പ്രയോഗം പുതിയ നിയമത്തിലുള്ളത്. അപ്പോൾ ബിലയാമിന്റെ അടുക്ക വന്ന് പറഞ്ഞു, ഒരു ജാതി, ഒരു പ്രത്യേക ജാതിയാ, നമ്മുടെ ഇനമൊന്നും അല്ല. അങ്ങനെയാണല്ലോ, ഒരു പ്രത്യേക ടൈപ്പായി ഇവര്. അതിനാ എന്തുവാന്നോ എല്ലാം കൂടെ സന്ധ്യയാകുമ്പോൾ കിടന്ന് കൈയടിക്കുക, അലപ്പുണ്ടാക്കുകയും ബഹളവും ഗ്ലോറിയുന്നോ കാൽവറിയുന്നോ, ഒരു പ്രത്യേക ഇനമാ. പിന്നെ സഹോദരന്മാര് മീശ ഒന്നും വെക്കുകയല്ല, ഒരു പ്രത്യേക ടൈപ്പാ. ഇവിടത്തെ കാര്യമല്ല പറഞ്ഞ്, പണ്ടൊക്കെ അങ്ങനെ പറഞ്ഞത്. ആണുങ്ങളാരും മീശ വന്നില്ല, പ്രത്യേക ജാതി. പെണ്ണുങ്ങളൊന്നും കാതയിലും കഴുത്തയിലും ഇല്ല, എല്ലാം കെട്ടുതാലി പൊട്ടിച്ചതാ. നമ്മളെ പറ്റി പണ്ട് ഇപ്പൊ അങ്ങനെയൊന്നും പറയത്തില്ല. ഇപ്പൊ പറയുന്നത് അയ്യോ പിന്നെ അവര് മിക്കവരും ഉപയോഗിക്കുന്നവരാ. പണ്ടൊക്കെ അങ്ങനെയാ പറയുന്നത്. ഒരു പ്രത്യേക ടൈപ്പാ. സന്ധ്യ ആകുമ്പോൾ ഇതുങ്ങളെല്ലാം കൂടെ കിടന്ന് തമ്പേറടിച്ച് അയ്യോ പൊത്തോ ഓടി വായോ എന്നൊക്കെ നമുക്ക് തോന്നും. അങ്ങനെ കിടന്ന് പിന്നെ അടുത്ത് ചെല്ലുമ്പോഴാ ഇതുങ്ങൾ കിടന്ന് അല്ലേലിയ ഗ്ലോറി, ഇംഗ്ലീഷ് പോലും അറിയാൻ മേലാത്ത അമ്മയും കിടന്ന് ജീസസ് ഗ്ലോറി എന്നൊക്കെയാ പറയുന്നത്. എന്താന്നോ, അമ്മ പള്ളിക്കൂടത്തിന്റെ വരാന്തയിൽ പോലും കയറിയിട്ടില്ല, എന്നാലും അമ്മ ഇരുന്ന് ഗ്ലോറി വിക്ടറി എന്നൊക്കെയാ പറയുന്നത്. എന്തുവാന്നോ ഇതുങ്ങളെല്ലാം കിടന്ന് അലയ്ക്കും. ഒരു പ്രത്യേക ടൈപ്പാ കേട്ടോ, ഒരു പ്രത്യേക ജാതി. അതാണല്ലോ എസ്തേറിന്റെ പുസ്തകത്തിലും പറയുന്നത്, ആമൻ നിന്റെ രാജ്യത്തുള്ള സകല സംസ്ഥാനങ്ങളിലും പെടാത്തൊരു വേറൊരു പ്രത്യേക ജാതി. 3:7 അങ്ങനല്ലേ വായിക്കുന്നത്? ആ വാക്യം ഒന്ന് വായിച്ചേ എടുത്തവര്. ഒന്ന് വായിച്ചേ. ആ ആ ആ 8-ാം വാക്യം വായിച്ചോ. പിന്നെ ഹാമാൻ ആ ആ ആ ആ ആ ഒരു ജാതി. പദം കണ്ടോ? നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ ഒരു ജാതി. അപ്പോൾ പല ജാതികളുണ്ട്, ആ പല ജാതികളുടെ ഇടയിൽ ഒരു ജാതി. അങ്ങനല്ലേ? ഒന്നുകൂടെ വായിച്ചാ മാമേ. ആ ആ
ആ, ജാതികളുടെ ഇടയിൽ ഒരു ജാതി, അതൊരു പ്രത്യേക ജാതിയാ. നിന്റെ രാജ്യത്തുള്ള സകല സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ ഒരു ജാതി ചിന്നിച്ചെതറി കിടക്കുക. അപ്പം അത് കണ്ടോണ്ടായിരിക്കും പാട്ടുകാരൻ ഒരു പാട്ട് പാടി, ഇതുപോലൊരു പാടും, ഇതുപോലൊരു അതാ ഒരു ജാതി. സകല സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ ഒരു ജാതി സെപ്പറേറ്റാ. അതുകൊണ്ടാണല്ലോ പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ ഇസ്രായേൽ മക്കളെ പറ്റി ദൈവം തമ്പുരാൻ കൊടുത്തിരിക്കുന്ന വിശേഷണമായ പദമുണ്ട്. വായിച്ചേ 19:5. ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്താ. അപ്പോൾ ദൈവജനം ദൈവത്തിന് എപ്പോഴും പ്രത്യേക സമ്പത്താ. ഇതൊരു പ്രത്യേക ജാതിയാ. നമ്മളെ പറ്റി ഈ പണ്ടൊക്കെ അങ്ങനെ പറഞ്ഞേ, പ്രത്യേക ജാതിയാ. പണ്ടൊക്കെ അങ്ങനെ പറയും. പെന്തിക്കോസുകാരെ പറ്റി അങ്ങനെ പറഞ്ഞേ, മീശയെല്ലാം മടിക്കുക, മരുന്നൊന്നും എടുക്കുകയില്ല, കള്ളം പറയത്തില്ല, ആരാധനയ്ക്ക് വരുമ്പം വെള്ള വസ്ത്രമേ നിങ്ങൾ ധരിക്കുകയുള്ളൂ, എല്ലാവരും മുഴങ്കാലയിലെ ഇരിക്കുകയുള്ളൂ, എല്ലാം അഭിഷേകം പ്രാപിച്ചവരാ, എല്ലാവരും തിരുമേശ എടുക്കും. ഇങ്ങനെന്നുള്ള നിങ്ങൾ കേട്ടിട്ടില്ലേ? കള്ളത്തരം ഒന്നും കാണിക്കുകയല്ല, ആരെ കണ്ടാലും സുവിശേഷം പറയും. എന്നാണോ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് പോലെ, എന്നാ ഞാനത് പറയുന്നില്ല, നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നില്ല. ഇതൊരു പ്രത്യേക ജാതിയാണ്. നമ്മളെ പറ്റി അങ്ങനെ പറഞ്ഞത്, നേർച്ച സാധനമൊന്നും അവർ കഴിക്കുകയല്ല, ആവശ്യമില്ലാത്ത ചടങ്ങിനൊന്നും പോകത്തില്ല. പോകുകയല്ല, കത്തിക്കാനും എടുക്കാനും ഒന്നും പോകുകയല്ല, പോകത്തില്ല. മനസ്സിലായി കാണുമല്ലോ, മനസ്സിലായല്ലോ? പോകുകയല്ല. ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കത്തില്ല. നേരത്തെ ബർത്ത്ഡേ കേക്കൊന്നും മുറിക്കത്തില്ല, മെഴുകുതിരി ഒന്നും കത്തിച്ച് അതിൻ്റെ വട്ടം വെക്കുകയല്ല, 28 കെട്ടിന് പോകത്തില്ല. ഇവിടെ ഞാൻ നൂൽക്കെട്ടെന്നാന്നാ പറയുന്നത്. ഉറക്കെ പറ. ആ നൂലുകെട്ടിനൊന്നും പോകുകയല്ല. മരിച്ചു കഴിഞ്ഞാൽ മരണവീട്ടിൽ പോകും. അത് കഴിഞ്ഞുള്ള ചടങ്ങുകളുണ്ട്, 16, 40, ഓരാണ്ട്, അവിടെ പോയി ശാപ്പാടടി, ഇതിനൊന്നും അവര് പോകുകയല്ല. കലാപരിപാടിക്കൊന്നും മിണ്ടുന്നില്ലല്ലോ. പെൺപിള്ളേരെ ഒന്നും ഡാൻസ് പഠിക്കാൻ വിടുകയല്ല. സ്തോത്രം. ഇപ്പം വന്ന് സഭയ്ക്കകത്തും കുച്ചിപ്പിടിയൊക്കെയാ. അതിന് ആക്ഷൻ സോങ് എന്നാ പറയുന്നത്. എന്നാ പിന്നെ അവിടെ പോയി പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ. എന്നാണോ ഞാൻ വന്ന് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു, ഞാൻ പെട്ടെന്ന് പൊക്കോളാം. എല്ലാ കാലത്തും എല്ലാ ഇടങ്ങളിലും ദൈവമക്കൾക്ക് പ്രത്യേക ക്വാളിറ്റി ഉണ്ട്. ഇത് പ്രത്യേക ജാതിയാ. സകല ജാതികളുടെ ഇടയിൽ ഉള്ളൊരു ജാതി. സ്തോത്രം, സ്തോത്രം. നാം വേർപെട്ട ദൈവമക്കളാ. നാട് ഓടുമ്പോ നടുവേ ഓടുന്ന നല്ല പെന്തിക്കോസ്,
ചേരയെ തിന്നുന്ന നാട്ടിൽ ചെല്ലുമ്പോൾ നടുത്തുണ്ടം തിന്നുന്ന നല്ല പെന്തിക്കോസ്. നീ അമേരിക്കയിലാന്നേലും കാനഡയിലാന്നേലും കേരളത്തിലാന്നേലും അല്ലെങ്കിൽ ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റിലാന്നേലും ആഫ്രിക്കയിലാന്നേലും ഏത് രാജ്യത്താന്നേലും ഞാനും നിങ്ങളും ദൈവത്തിന് പ്രത്യേക സമ്പത്താ, പ്രത്യേക ജാതിയാന്ന്. എനിക്ക് പെന്തിക്കോസിനോട് ചില കാര്യത്തോട് യോജിക്കാത്തത്, നമ്മുടെ പെന്തിക്കോസിലെ ബിരുദന്മാരും വീരന്മാരും കേരളത്തിലൊരു ഉപദേശം പറയും, അമേരിക്കയിലും കാനഡയിലും ചെല്ലുമ്പം വേറെ ഒരു ഉപദേശം. അതിനോട് എനിക്ക് യോജിപ്പില്ല. നീ ഏത് രാജ്യത്ത് പോയാലും പുസ്തകം ഒന്ന് തന്നെ. പെന്തിക്കോസിലെ ചിലര് ഇവിടെ ആഭരണം ഇടുന്നവർക്ക് കർത്തമേശ കൊടുക്കുകയല്ല. ഈ പറഞ്ഞ പുള്ളിക്കാരുടെ മക്കളും കൊച്ചുമക്കളും മരുമക്കളും ഇട്ടിട്ടുമുണ്ട്. അവരെവിടാ? അവര് ടെക്സാസിലാണ്. അവിടെ എല്ലാവരും പാവം പിടിച്ച അമ്മിണീനെ ഇട്ട് പൊരിപ്പിക്കുകയും. മനസ്സിലാകുന്നില്ലേ? സ്തോത്രം. ഉപദേശം എല്ലായിടത്തും ഒന്ന് തന്നെ. പെന്തിക്കോസ് ചില ബിരുദന്മാരുണ്ടായിരുന്നു. നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് നിങ്ങൾ ഓർക്ക് പാസ്റ്റർ എന്തിനാ ഇതെല്ലാം ഇവിടെ പറയുന്നത്, അല്ലൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. ചില ദൈവദാസന്മാര് പാൻറ് ഇട്ട് ഇൻ ചെയ്തെന്നും പറഞ്ഞ് ആ ഇൻ ചെയ്ത ഷർട്ട് എടുത്ത് വെളിയിൽ ഇടിപ്പിച്ചു. ശരിയോ തെറ്റോ എന്നുള്ളതല്ല ഇപ്പോഴത്തെ വിഷയം. ഇൻ ചെയ്ത് യോഗത്തിന് വന്നതിന് ആ ഇൻ ചെയ്ത ഷർട്ട് എടുത്ത് വെളിയിലിട്ട ബിരുദന്മാര് പാസ്റ്റർമാരുണ്ട്. പഴയ അപ്പച്ചന്മാരാ. അപ്പച്ചന്മാരുടെ വിശേഷമെല്ലാം പറയും. അയ്യോ, പിതാക്കന്മാരുടെ കാലം അധികം പറയാതിരിക്കുന്ന നല്ലത്. എന്നിട്ട് ആ ഇട്ട പിതാവ് അമേരിക്ക ചെന്നപ്പോൾ ഇൻ ചെയ്തുകൊണ്ട് നടക്കുന്നു. മനസ്സിലാകാഴിയാണോ? ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഞങ്ങളുടെ നാട്ടിലൊരു പഴമൊഴിയുണ്ട്, വാദമുള്ളിടത്തെ കോച്ചുകൊള്ളു. നിങ്ങൾക്ക് മനസ്സിലായി കാണും. നീ കേരളത്തിലാന്നേലും ഇന്ത്യയുടെ ഏത് സ്റ്റേറ്റിലാന്നേലും വിദേശ രാജ്യമാന്നേലും സ്വദേശത്താന്നേലും പ്രമാണം ഒന്നാണ്. പ്രൈസ് ദി ലോർഡ്. എന്തായാലും ഒരു കാര്യം ദൈവമക്കളോട് പറയാ, നീ ഏത് സ്ഥലത്ത് മാർത്താലും നീ ദൈവത്തിന് പ്രത്യേക സമ്പത്താ, ഒരു പ്രത്യേക ജാതിയാണെന്ന്. വേർപാട് പാലിച്ചോണം, വേർപാട് പാലിക്കണം. ആ പാട്ടിന്റെ വരി ഒന്ന് ചേർന്ന് പാടിക്കേ. ഇതുപോലൊരു ജാതിയുണ്ടോ യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം അവനവകാശമാം ജനനാമൻ യഹോവ. കൈയടിച്ച് വിശുദ്ധ ജാതി നാം അവനവകാശമാം ജനം പരദേശികൾ നാം ഒരു ജാതിയുണ്ടോ പരദേശികൾ ഭാഗ്യശാലികൾ ഇതുപോലൊരു ജാതിയുണ്ടോ യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം അവനവകാശമാം ജനം നാം യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം അവനവകാശമാം ജനം നാം. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, എല്ലാ കാലത്തും എല്ലാ ഇടങ്ങളിലും ദൈവമക്കൾ വേർപാട് പാലിക്കണം. ഞാൻ കുഞ്ഞുങ്ങളോടൊക്കെ പറയാം, നിങ്ങളോട് പറയാതിരിക്കാനൊക്കത്തില്ല. ഈ നേർച്ച സാധനം ഒന്നും തന്നെ മേടിച്ച് കഴിക്കരുത് കേട്ടോ. കഴിച്ചു. ഇത് പെന്തിക്കോസിലെ കുഞ്ഞുങ്ങളോടാ പറഞ്ഞു കൊടുക്കുന്നത്. സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും ചെല്ലുമ്പോൾ ആരിലുമൊക്കെ നേർച്ച സാധനങ്ങൾ കൊണ്ട് തന്ന മേടിച്ച് കഴിക്കരുത്. അവരോട് പിണങ്ങുമൊന്നും ചെയ്യരുത്. സ്നേഹത്തിൽ പറയണം, ഞങ്ങൾ പെന്തിക്കോസുകാരാണ്. നിങ്ങൾ പെന്തിക്കോസുകാരാണെന്ന് അറിയാമോ? അതോ അവിടെയും പറയാതെ പമ്മിയിരിക്കുകയാണോ? ഞങ്ങൾ പെന്തിക്കോസുകാരാ, ഇത് കഴിക്കത്തില്ല, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അങ്ങനെ പറയണം സ്നേഹത്തിൽ കേട്ടോ. മേടിച്ച് കഴിക്കരുത് കേട്ടോ. പെന്തിക്കോസുകാരാന്ന് പറയണം. സ്തോത്രം. ഇനി ഇച്ചിരൂടെ പ്രായമുള്ളവരോട് പറയാം, പാവം പറയണ ടേസ്റ്റ് ഒന്നും
എന്നെ നോക്ക്. ഒന്നും പാടില്ല. സ്തോത്രം. നാം വേർപെട്ട ദൈവമക്കളാ. 40 നെയ്യപ്പം ഉണ്ടാക്കും തന്നാൽ അത് എന്നാ ഞാൻ കഴിക്കുന്നില്ല, 4 കൂടിനകത്ത് തന്നൊരു കൊച്ചുങ്ങൾക്ക് കൊടുക്കാന്ന് പറഞ്ഞ് മേടിച്ചോണ്ട് വരരുത്. മനസ്സിലായോ? ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കും, ഏതാ ചടങ്ങിനെ മേടിക്കരുത്. ക്രിസ്തുമസ് കേക്ക് ഒന്നും മേടിച്ചുകൊണ്ട് വീട്ടിൽ വരരുത്. ആരെങ്കിലും വെറുതെ തന്നാലും വേണ്ടാന്ന് പറയണം. ആ സ്തോത്രം ദൈവമേ, നമ്മൾ മേടിച്ചില്ലെങ്കിലും തക്ക സമയത്ത് ദൈവം വീട്ടിൽ തന്നെ കൊണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഓണസദ്യ ഉണ്ണാനൊന്നും വേണ്ട. നമുക്ക് എല്ലാ ദിവസവും ഓണമാണ്. ഓണത്തിൻ്റെ ഉപ്പേരിയൊന്നും പറ. എന്തെങ്കിലും ഈ പ്രാവശ്യം ഉപ്പേരി വറക്കാൻ ഒക്കുമെന്ന് തോന്നുന്നില്ല. ഈസ്റ്റർ ഒന്നും ആഘോഷിക്കരുത്. സ്തോത്രം. അങ്ങനെ ഒത്തിരി ഉണ്ട്. ഇതൊന്നും ദൈവമക്കൾക്ക് പാടില്ല. നമ്മൾ പ്രത്യേക ജാതിയാ. അങ്ങനെ ആ പുസ്തകത്തിൽ എഴുതിയേക്കുന്നത്. വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരെ നാം സ്വീകരിച്ചു വരുന്ന അപ്പോസ്തലനും മഹാപുരുഷനും യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം. നാം വേർപെട്ട ദൈവമക്കളാ. മറ്റ് ചടങ്ങുകൾക്കൊന്നും അമ്പലത്തിലും പള്ളിയിലും ഒക്കെ ഗാനമേളയും പരിപാടിയുണ്ട്. പോയി അവിടെ അതിനിടെ കൊണ്ട് നോക്കുകയൊന്നും ചെയ്യരുത്. ആരാ അത്? മനസ്സിലാകുന്നുണ്ടോ? പണ്ട് യേശുദാസന്റെ സംഗീത കച്ചേരി നമ്മുടെ ഒരു തള്ള പോയി, അങ്ങ് പരുത്തന്മാർക്കടുത്താ ചെന്നുടനെ തള്ള തലേ തുണി അങ്ങ് ഇട്ടു. കാരണം ഇതാന്നല്ലേ ശീലിച്ചതല്ലേ വന്ന ഉടനെ. അപ്പം നായർ സ്ത്രീകളും ബ്രാഹ്മണ സ്ത്രീകളും പുറത്ത് മഞ്ഞ് കാരണം കണ്ടിരിക്കുകയായിരിക്കും വന്ന്. മഞ്ഞേ രാത്രിയിലല്ലേ. ഗാനഗന്ധർവൻ യേശുദാസ് സംഗീത കച്ചേരി നടത്തുക. അദ്ദേഹം അതിപ്രഗത്ഭനായ മനുഷ്യനെ. ഞാൻ പറയേണ്ടത് നിങ്ങൾക്കറിയാം. നല്ലതുപോലെ രാഗം വിസ്തരിച്ചു. അമ്മാമ്മ അതിൽ കേട്ട് തലയൊക്കെ ആട്ടി ഇരുന്ന് നല്ല വിസ്താരം നടന്നുകൊണ്ട് മൈക്കിൽ കൂടെ വിളിച്ചു പറഞ്ഞ് ആന വരണ്ടെന്ന്. പാതിരാത്രി എല്ലാവരും ഓടി, ഈ തള്ളയെ ഓടി. എല്ലാവരും നായർ സ്ത്രീകളും ബ്രാഹ്മണ സ്ത്രീകളെല്ലാം ഓടി വീട്ടിൽ പോയി. തള്ള ഒരു വെട്ടുകുഴിക്കകത്ത് പോയി. അവർക്കൊക്കെ തിട്ടമുണ്ട്, ഇത് തിട്ടമില്ലായിരുന്നു. വഴിയെ പറ്റി ഓടിപ്പോയിട്ട് വെട്ടുകൂടി കല്ല് വെട്ടാൻകൂടിക്കകത്ത് വീണ്. കണ്ടില്ല. ആമ്പിള്ളേരും അച്ചാനും എല്ലാം വെളുപ്പാൻ കാലത്ത് ടോർച്ച് അടിച്ച് അങ്ങനെ നടക്കുക. തള്ള തപ്പി കിടന്ന ഒരു ഞരക്കം കേൾക്കാം. നോക്കിയപ്പം കുഴിക്കകത്ത് കിടക്കുന്നു. കാലൊടിഞ്ഞു. 3 മാസം മെഡിക്കൽ കോളേജിൽ ഗാനമേള കേൾക്കാൻ പോയതാ. മനസ്സിലാകുന്നുണ്ടോ? ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങൾക്ക് പോകരുത്. നാം വേർപെട്ട ദൈവമക്കളാ. സ്തോത്രം. മാലിന്യപ്പെട്ടിടാതോടിയിടുക, മണവാളൻ വാരാവേറ്റം അടുത്തു പോയി. മാലിന്യപ്പെട്ടിടാതോടിയിടുക, മണവാളൻ വാരാവേറ്റം അടുത്തു പോയി. ഓ മണിയറയിൽ പോ ഈ നാം ആശ്വസിക്കാൻ ഒരുങ്ങിയിട. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ശ്രദ്ധിക്കുക, ദൈവമക്കൾ കർക്കശമായി വേർപാട് പാലിക്കണം. അപ്പോൾ ഈ ഇസ്രായേൽ മക്കളെ കണ്ട് ബാലാക്ക് പേടിച്ചു, ഭയപ്പെട്ടിട്ടാ പറഞ്ഞു നമുക്ക് പ്രാഗി കൊല്ലണം. അതിനാ മെസൊപ്പൊട്ടോമിയയിലെ പദോറിൽ നിന്ന് ബയോറിന്റെ മകനാകുന്ന ബിലയാമിനെ വിളിച്ചുകൊണ്ട് വന്നു. എല്ലാ ഭാഗവും എടുക്കുന്നില്ല. ബിലയാമിനോട് പറഞ്ഞു, ഒരു ജാതി ഇത് പ്രത്യേക ഇനമാ, വന്ന് പരന്നിങ്ങനെ കിടക്കുക. ഒരു കാര്യം ചെയ്തു, മലയുടെ മണ്ടലോട്ട് കയറിച്ച് എല്ലാത്തിനും പ്രാഗി കൊല്ലാൻ പറഞ്ഞു. കാശ് കൊടുക്കുക. പുള്ളി പറഞ്ഞു, നോക്കട്ടെ, വായിൽ തരുന്നത് ഞാൻ പറയാം. ശപിക്കാനും പ്രാകാനും ആ ബിലയാം പർവ്വതത്തിന്റെ മുകളിൽ കയറിയതെങ്കിലും ഇത് ദൈവജനത്തോടായതുകൊണ്ട് ദൈവം ഇവന്റെ നാവിനെ അങ്ങ് മാറ്റി. ശാപവാക്കുകളാ വരേണ്ടത്, പക്ഷേ വന്നത് മുഴുവൻ അനുഗ്രഹത്തിന്റെ വചസ്സ. നിന്നെ ശപിക്കാനായിരിക്കും വ്യക്തികൾ വരുന്നത്, പക്ഷേ ദൈവം റൂട്ട് മാറ്റുമെന്ന്. നിന്നെ തകർക്കാനും മുടിച്ചു കളയാനും ആ ആൾക്കാരെ ചിലപ്പോൾ കാശ് കൊടുത്ത് പണം കൊടുത്ത് നിർത്തിയിരിക്കണം, പക്ഷെ ദൈവം അതിന്റെ റൂട്ട് മാറ്റും.
റൂട്ട് മാറ്റും. ബിലിയാമിന് കാശ് കൊടുത്ത് പറഞ്ഞു കാണും, കാശ് നല്ല കണക്കിന് തരാം, ഇനിയും കാശ് തരാം, പക്ഷെ നല്ല ശരിക്ക് പറഞ്ഞ് ഇതിനെല്ലാം കൊല്ലണം. കാശ് മേടിച്ച് വെച്ച് പുള്ളി പറയാതിരിക്കോ? കാശും എല്ലാം മേടിച്ച് പുള്ളി കുന്നിൻ്റെ മുകളിൽ കയറി കണ്ണടച്ച് വെച്ച് പറഞ്ഞതെല്ലാം അനുഗ്രഹത്തിൻ്റെ വചസ്സാണ്. ദൈവം റൂട്ട് മാറ്റിയെന്ന്. അങ്ങനെ അനുഗ്രഹത്തിന്റെ വചസ് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ ഒരു പദമാണ് നമ്മൾ കുറുമാക്യമായിട്ട് വായിച്ചത്. ഇസ്രായേൽ മക്കളെ കണ്ടേച്ച് ആമൻ ബിലിയാം പറയുക, ആഭിചാരം യാക്കോബിന് പറ്റത്തില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം പറയാ, ഒന്ന്, ഇവർ രക്ഷിക്കപ്പെട്ട ദൈവമക്കളാ. എങ്ങനെ? ആബീമ മാസം 1 മുതൽ മാസത്തിന്റെ ആരംഭമായ 10-ാം തീയതി 1 വയസ്സ് പ്രായമുള്ളത് ഊനമില്ലാത്തതും ആണുമായ ഒരു ആട്ടിൻകുട്ടിയെ 14-ാം തീയതി സന്ധ്യാസമയത്ത് ഇറത്ത് ആ ആട്ടിൻകുട്ടിയുടെ രക്തം കട്ടളക്കാർ രണ്ടിലും കുറുമ്പടിമേലും പുരട്ടി ചോരത്തളി ആചരിച്ച പ്രിയപ്പെട്ടവരായി ഇവർ എന്ന് പറഞ്ഞാൽ ഇവർ രക്ഷിക്കപ്പെട്ട ദൈവമക്കളാ. യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ദൈവത്തിന്റെ പൈതലെ ശത്രു നിന്നെ തൊടത്തില്ല, ശത്രു നിന്നെ ഞോണ്ടത്തില്ല. നീ രക്ഷിക്കപ്പെട്ട ദൈവമക്കളാ. അതുകൊണ്ട് ഒരു കാര്യം പറയാ, സകല ആൾക്കാരും രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെടാൻ ഒരേ ഒരു മാർഗം, ഒരേ ഒരു വഴി, ഒരേ ഒരു വ്യക്തി, നസറേയനാകുന്ന യേശു ക്രിസ്തു. മറ്റൊരുത്തനും രക്ഷയില്ല. വാനത്തിൻ കീഴെ ഭൂമി മീതേ വാനവനേശു നാമമന്യേ. വാനത്തിൻ കീഴെ ഭൂമി മീതേ വാനവനേശു. രക്ഷിപ്പാൻ മാർഗ്ഗം വേറെയില്ല, രക്ഷകനേശു താൻ വഴിയേ വരുവീൻ. ഈ നല്ല സമയം ഹൃദാവക്കാരെ യേശു വിളിച്ചിടുന്നു. വരുവീൻ. ഈ നല്ല സമയം ഹൃദാവക്കാരെ യേശു വിളിച്ചിടുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, രക്ഷപ്പെടാൻ, രക്ഷിക്കപ്പെടാൻ ഒരേ ഒരു മാർഗം, ഒരേ ഒരു വഴി യേശു ക്രിസ്തു മാത്രം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ആഭിചാരം പറ്റത്തില്ല. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം രക്ഷിക്കപ്പെട്ട ദൈവവൈതല മാത്രമാണോ? മുമ്പേ ഓർപ്പിച്ചല്ലോ, നിങ്ങൾക്കറിയാം, ചെങ്കടൽ കടന്നവരാ സ്നാനപ്പെട്ടു. ചെങ്കടൽ കടന്ന് അക്കരെ കയറിയത് എല്ലാരും സ്നാനപ്പെടണം. അല്ല തളിച്ചാലും ഇങ്ങനെ കുടഞ്ഞാലും ഇങ്ങനെ വെച്ചാലൊന്നും ശരിയാകുകയില്ല. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷ പൂർത്തീകരിക്കണമെങ്കിൽ സ്നാനവും കൂടെ നടക്കണം. അത് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. സ്തോത്രം. യേശുവിനെ സ്നാനപ്പെടുത്താൻ നേരത്തെ എടുത്തോണ്ട് വരുമല്ലോ, ഉറങ്ങരുത്, ഇപ്പം മുക്കാൻ കേട്ടോ, അങ്ങനൊന്നും അല്ല സ്നാനത്തിന് വന്ന്, നടന്നാ വന്നത്. സ്തോത്രം. അതാ മാതൃക. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവര് സ്നാനപ്പെട്ടവരാ. ഇവര് മരുഭൂമിയിൽ പ്രവേശിച്ച് മന്ന ഭക്ഷിച്ചവരാ. അടിക്കപ്പെട്ട പാറയിൽ നിന്ന് ചാടിപ്പുറപ്പെട്ട വെള്ളം കുടിച്ചവരാ. അങ്ങനെയുള്ള ദൈവവൈതലിനെ ശത്രുവിന്റെ കയ്യിൽ ദൈവം ഏൽപ്പിക്കത്തില്ല. പിന്നെ നമ്മൾ എന്തെങ്കിലും കുഴപ്പടി കാണിച്ചാൽ ദൈവം ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിക്കും. അത് വേറെ പുസ്തകത്തിന്റെ വ്യവസ്ഥയാ. അല്ലാതെ ഒരുത്തന്റെ കയ്യിലും ദൈവം നിന്നെ കൊടുക്കുകയല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇസ്രായേൽ മക്കളെ നോക്കിയിട്ട് ബിലിയാം പറയുക, ആഭിചാരം യാക്കോബിന് പറ്റുകയല്ല. ഒരാഭിചാരവും ദൈവമക്കൾ കേൾക്കുകയല്ല. ഈ ലോകത്തുള്ള സകല മന്ത്രവാദികളും ഒന്നിച്ചിരുന്ന് നിന്റെ പേര് പറഞ്ഞ് മന്ത്രവാദം ചെയ്താലും നീ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മനിറവിനെ പ്രാപിച്ച വ്യക്തിയാണെങ്കിൽ എൻ്റെ ഭാഷയെ പറയാ, ഒരു ചുക്കും വരികയല്ല. ഇത് ചില പെന്തിക്കോസുകാരുടെ പറഞ്ഞ നമ്മുടെ ഇതിലെ ഒരു മന്ത്രവാദി പോകുന്നുണ്ട്. അയ്യോ, ഉടനെ നമ്മൾ പറയും, കർത്താവ് പുളിയെ ഞങ്ങൾ ബന്ധിക്കുന്നു, ദേശത്തുനിന്ന് പറിച്ച് മാറ്റും. വേണ്ട വേണ്ട വേണ്ട, നിന്നെ ആരും തൊടുകയില്ല. കാരണം കൂടെ പറയാം, അവരോട് കൂടി ഉള്ളവനേക്കാൾ വലിയവനാ നമ്മുടെ കൂടെ ഉള്ളത്. പ്രൈസ് ദി ലോർഡ്. അവരോട് കൂടി ഉള്ളവനേക്കാൾ വലിയവൻ നമ്മോട് കൂടെ ഉണ്ട്. യഹോവ നിനക്ക് ചുറ്റും പരിചയാ. അവിടുത്തെ ഉള്ളം കൈയിൽ നിന്ന് പിടിച്ചു പറിക്കാൻ കഴിവുള്ള ഒരുത്തനുമില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആഭിചാരം യാക്കോബിന് പറ്റത്തില്ല. ഇന്നത്തെ
നമ്മുടെ ചിന്താ വിഷയം എന്നാ മോളെ? ആ, നിങ്ങൾക്ക് ഇരിക്കാമോ? ബുദ്ധിമുട്ടിയാണോ ഇരിക്കുന്നത്? അപ്പൊ ആബിജാറ് യാക്കോബിന് പറ്റത്തില്ല. മനസ്സിലായോ? മോന് മനസ്സിലാകുന്നുണ്ടോ? ആ, എന്തുകൊണ്ടാണ് ഈ ആഭിചാരം പറ്റാത്തത്? അതാണ് നമ്മുടെ വിഷയം. പക്ഷെ നമ്മുടെ പല ആൾക്കാർ ഇതെല്ലാം പറ്റിയെന്നും പറഞ്ഞാൽ നോക്കിയിരിക്കുന്നത്. പക്ഷേ അവർ ചെയ്തതാ, അല്ലാതെ വേറെ ആരും ചെയ്തതല്ല. ഞങ്ങൾക്കറിയാം അവര്. അതാ ഞങ്ങൾ അങ്ങോട്ട് ഒരു ഉയർച്ച വരാത്ത. ഈ കൊച്ചനിപ്പം 2 വർഷം തോറ്റു, അത് അവർ ചെയ്തതിൻ്റെ, അല്ലാതെ ഇവൻ പഠിക്കാത്തതല്ല. ആ, മോള് ഡൈവോഴ്സിന്റെ വക്കത്താ. കാരണം അവിടുത്തെ ആ തള്ള ഇവളെ നിർത്തുകയില്ല. ആ തള്ളയ്ക്ക് എന്തോ പോരാട്ടമുണ്ട്, അല്ലാതെ ഇവള് വീട്ടു ജോലി ചെയ്യാത്തതല്ല. ഇവളെപ്പോഴും മൊബൈലിൽ ഇങ്ങനെ നോക്കിയിരിക്കുക. തൂക്കുകയില, തുടക്കുകയില, വാരുകയില, കഴുകുകയില, ഒന്നും ചെയ്യത്തില്ല. അടുക്കളപ്പണി അറിയാൻ മേല. സെക്കുലർ പഠിത്തം കുറച്ചറിയാം, പഠിച്ചതാണ്. അടുക്കളപ്പഠിത്തം ഒട്ടും പഠിച്ചില്ല. അവിടെ പ്രായമുള്ള അപ്പം കാണും, അമ്മ കാണും, വല്യപ്പൻ കാണും, വല്യമ്മ കാണും. അവരുടെ കാര്യമൊന്നും ശ്രദ്ധിക്കത്തില്ല. ഭർത്താവിൻ്റെ കാര്യം ഇവളെപ്പോൾ ഇങ്ങനെ സിറ്റൗട്ടി മൊബൈൽ നോക്കും, റോഡിലോട്ട് നോക്കും, പിന്നെ മൊബൈൽ നോക്കും. ക്ഷീണിച്ച് കഴിയുമ്പോൾ അകത്ത് കയറി കിടക്കും. അപ്പം ആ തള്ളയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. തള്ള പറഞ്ഞു, നിന്റെ ഈ പഠിത്തം ഇവിടെ പറ മിണ്ടുകയില്ല. ഈ പഠിത്തം ഇവിടെ പറ്റൂല. ഉടനെ അവൾ അവിടെ ബാഗ് എടുത്തോണ്ട് തുണി എടുത്തിട്ട് ഇവിടെ വീട്ടിൽ, നിങ്ങൾക്ക് മനസ്സിലാകാഴിയാന്നോ? ഉടനെ അമ്മ പറയുന്നത്, പാസ്റ്ററെ പ്രാർത്ഥിക്കണം, ഭയങ്കര പോരാട്ടമാ, അവളെ അവിടെ നിർത്തുകയില്ലെന്ന് വാദിക്കുന്ന എന്നെ നോക്ക്, ഭർത്താവിന്റെ വീട്ടിൽ നിർത്തുകയില്ലെന്ന് വാദിക്കുന്ന. അയ്യോ, നിർത്തുകയില്ലെന്ന് വാദിക്കുന്നല്ല, അവൾ നിൽക്കാത്തതാ. കാരണം ഇവക്ക് എപ്പോഴും മൊബൈലിൽ. മിണ്ടുന്നില്ലല്ലോ ആരും. ഇതൊന്നും ആരും ശുദ്ധരം ചെയ്തതല്ല. പക്ഷെ നമ്മൾ പെന്തിക്കോസുകാരനെ പറയും അവര് ചെയ്തതാ, ഇവര് ചെയ്തതാ. ഇതൊന്നും അല്ല. പുസ്തകം ശക്തമായിട്ട് പഠിപ്പിക്കുക, ആഭിചാരം യാക്കോബിന് പറ്റത്തില്ല. ഒരു ശത്രുവും നിന്നെ തൊടുകയല്ല. അപ്പൊ നമ്മുടെ വിഷയം ആഭിചാരം യാക്കോബിന് പറ്റത്തില്ല. കാരണങ്ങൾ 1-2 കാരണങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം. എന്താ ഇത് പറ്റാത്തതിന്റെ കാരണം? ആർക്കാ പറ്റാത്തത്? എന്തുകൊണ്ടായി പറ്റാത്തത്? ദൈവത്തിന് മഹത്വം. അപ്പൊ ഒന്നാമത്തെ കാര്യം നമുക്ക് ഒന്ന് ചിന്തിക്കാം. നിങ്ങൾ ആ 23-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ശിലാഗ്രഹങ്ങളിൽ നിന്ന് ഞാൻ അവനെ. നന്നായിട്ട് വായിക്കുന്നുണ്ടല്ലോ. ആരാ വായിച്ചേ? നല്ലതുപോലെ വായിക്കും, നല്ല ശബ്ദമുണ്ട്. ഇനിയും അമ്മാമ്മ തന്നെ വായിച്ചാൽ മതി, വേറെ ആരും വായിക്കണ്ട. ഉറക്കെ വായിര്. ശിലാഗ്രഹങ്ങളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു, ഗിരികളിൽ നിന്ന് ഞാൻ അവനെ ദർശിക്കുന്നു. അടുത്തത്, ഇതാ തനിച്ചു പാർക്കുന്ന ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, ആഭിചാരം യാക്കോബിന് പറ്റാത്തതിന്റെ ഒന്നാമത്തെ കാരണം, ഈ വായിച്ച വാക്യത്തിന്റെ വെളിച്ചത്തിൽ എൻ്റെ ഭാഷാ ശൈലി പറയാ, ആഭിചാരം പറ്റാത്തതിന്റെ ഒന്നാമത്തെ കാരണം ഇവര് വേർപാട് പാലിക്കുന്നവരാ. വേർപാട് പാലിക്കുന്ന പെന്തിക്കോസുകാർക്ക് ഒരാഭിചാരവും പറ്റത്തില്ല. വേർപാട് പാലിക്കുന്ന പെന്തിക്കോസുകാരന് ഒരു ശത്രുവും തൊടത്തില്ല. വേർപാട് ആചരിക്കുന്ന ദൈവ പൈതലിന് ഒരു വൈരിയും തൊടുകയില്ല. ഇപ്പൊ ഈ വേർപാടൊന്നും പറയാൻ ഒക്കത്തില്ല സഭകൾക്കകത്തെ. ഒക്കുവോ? അല്ലറ ചില്ലറ അറിയാന്നല്ലാതെ ചൊവ്വിനൊന്നും അയ്യോ നോക്കത്തില്ല. തന്നെയല്ല, വേർപാട് പറഞ്ഞ വലിയ പാടാ. സ്തോത്രം. ചില സഭകളിലൊക്കെ ചെല്ലുമ്പോൾ നേരത്തെ പാസ്റ്റർമാര് പറയും, പാസ്റ്റർ എല്ലാ കാര്യവും ഒന്നും ഇവിടെ പറയരുത്, ഞങ്ങളിങ്ങനെ ഒരു പരുവത്തിൽ എല്ലാം ഒന്നും പറയരുത്. യാക്കോബ് ഒരിക്കൽ ലാബാനോട് പറഞ്ഞു, യാക്കോബ് ഒരിക്കൽ ജ്യേഷ്ഠൻ ഏശാവിനോട് പറഞ്ഞു, ചേട്ടായി മുന്നേ പൊക്കോ, ഞങ്ങൾ പുറകെ വരണം, കാരണം കറവുള്ള കിടാക്കളും പശുക്കളും ഉണ്ട്, ഇതിനെ സ്പീഡിൽ ഓടിച്ചാൽ ചത്തു പോകുമെന്ന്. അങ്ങനെ എഴുതിയേക്കുന്നത്, സ്പീഡിൽ ഓടിച്ചാൽ ചത്തുപോകും. അതാ ശരിക്കും വേർപാട് പറഞ്ഞാൽ സഭ വിട്ടുപോകും. പോവും. ഒന്നെങ്കിൽ പറയും, ഇനി ആ പാസ്റ്റർ ഇവിടെ വിളിക്കരുത്.
വിളിക്കാന്ന് ഞങ്ങളിനി ഇങ്ങോട്ട് വരുന്നില്ല. ഞാൻ ഞങ്ങളുടെ തിരുവല്ല കൂട്ടായ്മയെ ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ പൊക്കോന്നാ ഞാൻ പറയുന്നത്. ഞാൻ അങ്ങനെ എല്ലാവരും വാന്നാ വിളിക്കുന്നത്. ഞാൻ പറയും നിങ്ങൾ പൊക്കോ. കാരണം ഇവിടുത്തെ രീതി ഇതാ, അത് പിണങ്ങിയും പോകരുത്. നാളെ എവിടെ വെച്ചാലും കണ്ടാൽ എന്നെ വിളിക്കുകയും വർത്താനം പറയുകയും ചെയ്യണം. അല്ല എന്നെ കാണുമ്പോൾ നേരെ തെക്കോട്ട് തിരിഞ്ഞ് ഇങ്ങനെ നിൽക്കരുത്, എന്നെ വിളിക്കണം. പക്ഷെ നിങ്ങൾ ഇവിടെ വരുന്നെന്നോർത്ത് ഇവിടുത്തെ ഉപദേശത്തിനൊന്നും മാറ്റം വരുത്തുകയില്ല. കാശുള്ള അച്ചായൻ വന്നിരിക്കുക, എന്നാ പിന്നെ കണ്ണടച്ച് ഇല്ലില്ല. അച്ചായൻ ഉണ്ടെങ്കിൽ അന്ന് ശരിക്കും ഉപദേശം പറഞ്ഞിരിക്കും. നന്നായിട്ട് കാശ് തരുന്ന അമ്മാമ്മയെ കണ്ടാൽ എങ്ങനെ? അത് അല്ല, അമ്മാമ്മ ഉള്ളപ്പോഴായിരിക്കും ശരിക്ക്. ഞാനവിടെ കൂടെ പറയാം, ഈ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള എല്ലാ സഭകളും ഉണ്ടല്ലോ. അപ്പം ഇത് നിങ്ങൾക്ക് തൃപ്തി അല്ലെങ്കിൽ നിങ്ങൾക്ക് തൃപ്തിയുള്ള സഭകളുണ്ട്, അതും എനിക്കറിയാം. നിങ്ങളെ ഞാൻ കൊണ്ടുവിടാം, എൻ്റെ വണ്ടിയേല് നടന്നും പോകണ്ട. നിങ്ങൾ നടന്ന് വിഷമിക്കരുത്. അവിടെ ചെന്നേരം ഇരുന്നത് കൊണ്ടാ പറ്റിപ്പോയത്, അതും വേണ്ട. വണ്ടിയെ നിങ്ങളെ അവിടെ കൊണ്ട് സ്ഥലം, ഇത് ഇടുന്ന സ്ഥലമുണ്ട്, അവിടെ നിങ്ങളെ വിടാം. അടിക്കുന്ന സ്ഥലമുണ്ട്, അവിടെ വിടാം. അതിന് പിണങ്ങേണ്ട കാര്യം ഒന്നുമില്ല, ആരും പിണങ്ങരുത്. പിന്നെ നിങ്ങൾ രണ്ടുപേര് വന്നെന്നോർത്ത് ഇവിടെ ഉപദേശത്തിനൊന്നും മാറ്റം വരുത്തുകയില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഹോള് ആളെല്ലാം കൂടെ കയറിച്ച് ഹോള് പൂട്ടി വെച്ച് താക്കോല് ഞാൻ എൻ്റെ ജിബായുടെ പോക്കറ്റ് ഇട്ടേക്കല്ലോ, മൊത്തം പൂട്ടിയേച്ചേ. അല്ലല്ല, തുറന്നിട്ടിരിക്കുക, ഏത് സമയത്ത് വേണേലും പോകാം. പക്ഷെ ഒരു കാര്യം, കർക്കശമായി വേർപാട് പാലിക്കണം. ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ ആഭിചാരം യാക്കോബിന് പറ്റാത്തതിന്റെ ഒന്നാമത്തെ കാരണം ഇവര് വേർപാട് പാലിക്കുക. തനിച്ച് പാർക്കുന്ന ജനം ജാതികളുടെ കൂട്ടത്തിൽ ഈ ജാതികളുടെ ഒരു പ്രവൃത്തി നമ്മൾ പഠിക്കരുത്. നിങ്ങൾ അമ്മാമ്മ വായിച്ചേ 106 സങ്കീർത്തനത്തിന്റെ 34 വാക്യം ഒന്ന് വായിക്കണം. സങ്കീർത്തനം 106 വാക്യം ഒന്ന് വായിച്ചേ. അവിടെ ചില കാര്യങ്ങൾ സങ്കീർത്തനക്കാരൻ പറഞ്ഞിട്ടുണ്ട്. 106 യഹോവ തങ്ങളോട് നശിപ്പിപ്പാൻ കൽപ്പിച്ചതുപോലെ അവർ ജാതികളെ നശിപ്പിച്ചില്ല. അവർ ജാതികളോട് ഇടകലർന്ന് അവരുടെ പ്രവൃത്തികളെ പഠിച്ചു. യഹോവ തങ്ങളോട് നശിപ്പിക്കുവാൻ കൽപ്പിച്ചതുപോലെ ഇവർ ജാതികളെ നശിപ്പിച്ചില്ല. അവർ ജാതികളോട് ഇടകലർന്ന് അവരുടെ പ്രവർത്തികളെ പഠിച്ചു. നമ്മൾ പിണങ്ങരുതേ. ഞാൻ കൃത്യം 10 മണിയാകുമ്പോൾ ഞാൻ പൊക്കോളാവേ, നിങ്ങൾ പിണങ്ങരുത്. പിന്നെ ഇച്ചിരി കാര്യം പറഞ്ഞേച്ച് പോകാം, ഏതായാലും വന്നതല്ലേ. ദൈവമക്കൾ വേർപാട് പാലിക്കണം. ഇവിടെ വായിക്കുക, യഹോവ തങ്ങളോട് നശിപ്പിക്കുവാൻ കൽപ്പിച്ചതുപോലെ ഇവർ ജാതികളെ നശിപ്പിച്ചില്ല. 7 കൂട്ടം ജാതികൾ കനാനിലുണ്ടായിരുന്നു, പ്രബലമായ 7 ജാതി. ഹിർവിയർ, അർഗ്യര്, പെരിസര്, യബൂസര്, ഹമോര്, അമോര്, ഗിത്യര്, 7 കൂട്ടം. പിന്നെ ഉപജാതി വേറെ. അപ്പൊ ദൈവം പറഞ്ഞത് ഈ ജാതികളെ നശിപ്പിക്കണം. നശിപ്പിച്ചില്ല. 1 നശിപ്പിച്ചില്ല. 2 ജാതികളോട് ഇടകലർന്നു. അവരോട് ഇടകലർന്നു. ഇപ്പൊ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പം ഇസ്രായേലാലാ ജാതികളാലാന്ന് കണ്ടാൽ ഇപ്പൊ ഈ പെന്തിക്കോസുകാരെ കണ്ടാൽ ഇപ്പൊ പിടികിട്ടുകയില്ല. നിങ്ങൾ ന്യായമായിട്ട് ചിന്തിച്ചാൽ മതി. പണ്ടൊക്കെ എവിടെ വെച്ച് കണ്ടാലും ചന്തയെ വെച്ച് കണ്ടാലും അറിയാം പെന്തിക്കോസാന്ന്. വണ്ടിയെ കയറിയാലും അറിയാം പെന്തിക്കോസ. ബസ് സ്റ്റോപ്പിൽ നിന്നാലും അറിയാം പെന്തിക്കോസ, ഇല്ലേ? ഒരു കല്യാണ വീട്ടിൽ ചെന്നാലും അറിയാം പെന്തിക്കോസ. കല്യാണ പെണ്ണിനെ ഒരുക്കിക്കൊണ്ട് വരുമ്പോഴും അറിയാം പറ പെന്തിക്കോസ. ഇപ്പോഴോ നിങ്ങൾ നെഞ്ചത്തെ കൈവച്ച് സത്യം പറ. ഇപ്പൊ കണ്ടാല ഞാൻ എന്നെയും കൂടെ പ്രതി, ഇപ്പം പാസ്റ്റർമാരെ കണ്ടാലും അറിയത്തില്ലല്ലോ. പണ്ടൊക്കെ ഉപദേശിമാരെ കണ്ട അറിയാം, ഉപദേശിയാ. ഇപ്പോഴോ എന്നെ നിങ്ങളെല്ലാം ഇങ്ങനെ കൊടുമുടികളേറിയ പർവ്വതങ്ങളെ നിങ്ങൾ എന്നെ സ്പർദ്ധിച്ചു നോക്കുന്ന എഴുതിയതുപോലെ നിങ്ങൾ എന്നെ ഇങ്ങനെ
ഇപ്പോൾ പാസ്റ്റർമാരെ എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ, പാസ്റ്റർമാരെ കണ്ടാലും നമുക്ക് പെട്ടെന്ന് എല്ലാവരും ഒരാളുടെ കാര്യമല്ല. അതിന് ഞാൻ എപ്പോഴും ബഹുമാനിക്കും നമ്മുടെ തുണ്ടത്തിലെ കുഞ്ഞുമോനച്ചായനെ. നിങ്ങൾക്കറിയാമല്ലോ, പ്രിൻസ് മാസ്റ്ററുടെ പിതാവ്. എവിടെ വെച്ച് കണ്ടാലും അറിയാം അദ്ദേഹം ഒരു ദൈവദാസന. അദ്ദേഹത്തിൻ്റെ ആ രീതിയും സംസാരവും, എൻ്റെ പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ എനിക്ക് ഇംഗ്ലീഷ് ഭാഷമില്ല, തെറ്റുകാരനെ തിരുത്താൻ ലുക്ക്. തെറ്റിയോ മോനെ? കണ്ടാ അറിയാം. ബി എ തമ്പിച്ചായനെ കണ്ടാലും അറിയാം ഉപദേശിയാന്ന്. ഇത് ന്യൂണ്ടി ആയതുകൊണ്ട് അങ്ങനെ പറയാം. നമ്മുടെ ഈയംകുരുവിള പാസ്റ്റർ അറിയത്തില്ലേ? ജോഡി എറണാകുളത്തെ നമ്മുടെ കുരുളച്ചനെ, സ്തോത്രം. അങ്ങനെയൊക്കെ ചിലരുണ്ട്, അവരെ കണ്ടാൽ അറിയാം ഉപദേശിയാന്ന്. പേരൊന്നും ഞാൻ ഇപ്പം ചില സെൻട്രൽ പാസ്റ്റർമാരെ കണ്ടാൽ പോലും അറിയില്ല. ഫുട്ബോൾ കളിക്കാരൻ വരുമ്പോലാ നമ്മളൊക്കെ പുള്ളി ഗോദായി നിന്നോട്ട് ഇറങ്ങി വന്നതാ. പിണങ്ങരുത്, അല്ല പിണങ്ങിയാലും എനിക്കൊന്നുമില്ല. ഞങ്ങൾ വൈകിട്ട് കൺവെൻഷന് വരുന്നില്ല. ഇങ്ങനെ തന്നെ വരാതിരിക്കുന്നതാണ് നല്ലത്. സ്തോത്രം. ഒരു ദൈവവൈതലിനെ എവിടെ വെച്ച് ഞായറാഴ്ച കാണുമ്പോഴല്ല അറിയുന്നത്, എവിടെ വെച്ച് കണ്ടാലും നീ ദൈവവൈതലാന്ന് മനസ്സിലാകണം. അത് സംസാരത്തിലും ഇടപാടിലും കൊടുക്കുവാങ്ങലും രീതികളിലും വസ്ത്രധാരണത്തിലും എല്ലാത്തിലും മനസ്സിലാകണം നീ ദൈവവൈതലാണെന്ന്. ഇവർ ജാതികളെ നശിപ്പിച്ചില്ല, ജാതികളുമായിട്ട് ഇടകലർന്നിട്ട് ഇപ്പം ജാതി ഏതാ ബെന്തിക്കോസാണെന്ന് ഒന്നും പിടികിട്ടുന്നത്. അതിൽ യഹോശാപാത്തും ആകാവുമായിട്ട് സംബന്ധം കൂടി. നിങ്ങൾ വചനത്തിൽ ചെല്ലു തിട്ടമുള്ളത് കൊണ്ടാണ് യഹോശാപാത്തും ആകാവും കൂടെ സംബന്ധം എന്ന് പറഞ്ഞ് യഹോശാപാത്തിന്റെ മോനെ യഹോരാമനെ കൊണ്ട് ആകാവിന്റെ മോൾ അതല്യായി കെട്ടിച്ചു. കാശ് നോക്കി കെട്ടിച്ചതാ, അല്ലാതെ ദൈവകൃപയൊന്നും നോക്കി ആത്മീയം നോക്കിയൊന്നും കെട്ടിച്ചു. ചെല്ലു പറയും, പക്ഷേ ഞങ്ങൾക്ക് കാശൊന്നും വിഷയമില്ല, ആത്മീയമാണ്, ചുമ്മാ പറയുന്നതാ. നിങ്ങളതൊന്നും കേട്ട് ഇളകരുത്. ഞങ്ങൾ ഉപദേശിമാരോട് തന്നെ ചെല്ലു പറയും, പക്ഷേ മോന് ഒരു പെണ്ണ് വേണം, ഞങ്ങൾക്ക് കാശൊന്നും വിഷയമേ അല്ല, നല്ല ദൈവകൃപയുള്ള ഒരു പെൺകുട്ടി. ചുമ്മാ പറയാന്നതാ, ഇവനെ ഒന്നും വിശ്വസിക്കരുത്. ഇവനെല്ലാം ചുമ്മാ ബെടായി അടിക്കുന്നതാ. ഉടനെ നമ്മൾ പറയുക, വേച്ച ഒരു നല്ല ദൈവകൃപയുള്ളൊരു പെങ്കൊച്ചുണ്ട്, സാക്ഷ്യമുള്ളതാ, വീട്ടിലും സഭയിലും പഠിച്ച സ്കൂളിലും കോളേജിലും നാട്ടിലും ഒക്കെ നല്ല സാക്ഷ്യം, അഭിഷേകം പ്രാപിച്ചതാ, നല്ലതുപോലെ ആരാധിക്കും, കൃപാവരങ്ങളും ഉണ്ട്, നല്ല സൗമ്യതയും ശാന്തതയും വിനയവും എളിമയൊക്കെയുള്ള നല്ല പെൺകുട്ടി. ഞാൻ ആ സഭയിൽ ഒരു 5 വർഷം ഇരുന്നതാ. അതുകൊണ്ട് ആ പെൺകുട്ടി അവരുടെ വീട്ടുകാരെ പറ്റി നല്ല ബോധ്യമുണ്ട്. നല്ല പെൺകുട്ടിയാ, ദൈവകൃപയുള്ളതാ, അതിൻ്റെ സംസാരവും എളിമയൊക്കെ നല്ലതാ. നമുക്ക് നോക്കാം. ഞങ്ങൾക്ക് അത്രയും ഒരെണ്ണത്തിനെയാ വേച്ചം വന്ന് കണ്ടല്ലമ്മ വീട് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. ദൈവകൃപയൊക്കെ ഉണ്ട്, പക്ഷേ വീടില്ല. പിന്നെ പെങ്കൊച്ചിന്റെ അമ്മയും അപ്പനെയും കാണാൻ മുമ്പേ പറഞ്ഞ പോലെ വലിയ ലുക്കില്ല. പിന്നെ 3, അവര് സിറിയൻ ക്രിസ്ത്യൻ അല്ല. നിങ്ങൾക്ക് മനസ്സിലാകാഴിയാണോ? സ്തോത്രം. ഇതെല്ലാം കഴിഞ്ഞ അവസാനം പറഞ്ഞിട്ടായാലും അയ്യോ പാസ്റ്റർ, ഞങ്ങൾക്ക് കുഴപ്പമില്ല, പക്ഷെ ഞങ്ങളുടെ കുടുംബക്കാരും. എന്നാ പിന്നെ നീ വിളച്ചിൽ പറയേണ്ട വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് ഒരു കാര്യം പറയാം, ഞങ്ങൾക്ക് ദൈവകൃപ മാത്രം മതിയെന്നും പറഞ്ഞ് വരുമ്പം ഓർക്കരുത്, ചുമ്മാ പറയുന്നതാ. ഇവനെല്ലാം കാര്യത്തോടടുക്കുമ്പം വീട് നോക്കും, സ്റ്റാറ്റസ് നോക്കും, സുറിയാനിയാണോ എന്ന് നോക്കും, സ്തോത്രം, നമ്മുടെ ഒപ്പം എത്തുന്നോന്ന് നോക്കും, ദൈവകൃപയൊക്കെ പിന്നെ ഒടുവിലേ നോക്കുവുള്ളു. എന്നാൽ ഒരു കാര്യം ദൈവമക്കളോട് പറയാ, ആമൻ, അഭിഷേകമുള്ള ദൈവകൃപയുള്ള ഒരെണ്ണം നിന്റെ വീട്ടിൽ വന്നാൽ നിന്റെ സകല വിഷയങ്ങൾക്കും പരിഹാരം വരും. പ്രൈസ് ദി ലോർഡ്.
പ്രൈസ് ദി ലോർഡ്. അതെ, എൻ്റെ വിഷയമല്ല. അപ്പോൾ ഇവർ ജാതികളെ നശിപ്പിച്ചില്ല, ജാതികളുമായിട്ട് ഇടകലർന്നു. വന്നിപ്പം വിശ്വാസിയല്ല അവിശ്വാസിയാതെയാന്ന് കണ്ട ഒന്നും അറിയത്തില്ല, പിടുത്തം കിട്ടുന്നില്ല. ഇല്ലെന്ന്. അവിടുത്തെ പിള്ളേർ മുടി വളർത്തി റബ്ബർ ബാൻഡ് ഇട്ടാ അവന് നടക്കുന്നത്. നമ്മുടെ ഇടയിലും ചില കൊച്ചുങ്ങൾ മിണ്ടുന്നില്ല. അവരും മുഖത്ത് പല കാര്യങ്ങൾ, നമ്മുടെ പിള്ളേരും ഒക്കെ അങ്ങനെയൊക്കെ തന്നെ. എന്തോ ഈ വ്യത്യാസം? ആട്ടെ, ഞാൻ വിവരിക്കുന്നില്ല, കാരണം എനിക്ക് വഴി വലിയ തിട്ടമില്ല. പിള്ളേരെങ്ങാനും എന്നെ എത്തിയാൽ ഞാൻ പിന്നെ ഇവിടെ കടന്ന് ജമ്പൂര് കടന്ന് കുഴയേണ്ടി വരും. വേണ്ട. ദൈവത്തിന് മഹത്വം. യഹോശാഫാത്ത് ആഗാവുമായിട്ട് സംബന്ധം കൂടി. ചില വർഷം കഴിഞ്ഞപ്പോൾ ശാപ്പാട് കഴിക്കാൻ അവിടെ ചെന്നു. ബന്ധുക്കാരനോട് സംസാരിച്ചപ്പോൾ ബന്ധുക്കാരൻ ചോദിക്കുക, ഞങ്ങൾ ശമരിയിലെ രാമോത്തിൽ പോവാൻ ഞങ്ങളുടെ കൂടെ വരാമോ? അപ്പം ബന്ധുക്കാരൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, അത് പറയാനാ. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 1, 2, 3, 4 താഴോട്ടുള്ള വാക്യം വായിക്കുമ്പം ബന്ധുക്കാരനാകുന്ന യഹോശാഫാത്ത് ആഗാമിനോട് പറയുന്നൊരു പദമുണ്ട്. ശമരിയിലെ ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വാക്യം അമ്മാമയൊന്ന് വായിക്കാമെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. യഹോശാഫാത്ത് ഇസ്രായേൽ രാജാവിനോട്, ഇന്ന് യഹോവയുടെ അരുളപ്പാട് ചോദിച്ചാലും എന്ന് പറഞ്ഞു. ഇസ്രായേൽ രാജാവ് 400 പ്രവാചകന്മാരെ വരുത്തി അവരോട്, ഞങ്ങൾ ഗിലെയാദ്. ഞാനും നീയും 3-ാം വാക്യമാണോ 2-ാം വാക്യമാണോ? ഞാനും നീയും. യഹോശാഫാത്ത് ആഗാമിനോട്, ഞാനും നീയും എന്റെ ജനവും നിന്റെ ജനവും. അത് എത്രാം വാക്യാ മോളെ? 3-ാം വാക്യം വായിച്ചേ അമ്മാമേ. ഇസ്രായേൽ രാജാവായ ആഹാബ് യഹൂദ രാജാവായ യഹോശാഫാത്തിനോട്, നീ എന്നോടുകൂടെ ഗിലെയാദിലെ രാമോത്തിലേക്ക് പോരുമോ എന്ന് ചോദിച്ചു. അവൻ അവനോട്, ഞാനും നീയും എന്റെ ജനവും നിന്റെ ജനവും ഒരുപോലെയല്ലോ. മതിയല്ലോ. ഇസ്രായേൽ രാജാവ് ആഗാബും കൂടെ സംസാരിക്കുമ്പോൾ പറയാ, ഞാനും നീയും എന്റെ ജനോ നിന്റെ ജനോ ഒരുപോലാന്ന്, ഒരു വ്യത്യാസവും ഇല്ല. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചേ, ഞാനും നീയും എന്റെ ജനോ നിന്റെ ജനോ ഒരുപോലെ. ഇപ്പൊ ഇതല്ലേ ഇപ്പൊ ആത്മീയത്തിലും പലയിടങ്ങളിൽ എന്തുവാ വ്യത്യാസം? ഇസ്രായേൽ രാജാവ് ആരാ? വിഗ്രഹ സേവക്കാരനാ. ദാനിലും ബഥേലിലും 2 കാളക്കുട്ടി ഉണ്ടാക്കി എബ്രയീം ഗോത്രത്തിന്റെ നെബാത്തിന്റെ മകനാകുന്ന യൊരോബെയാമിന്റെ കാലത്ത് വഷളത്വം ആമൻ ഇസ്രായേലിൽ കൊണ്ടുവന്ന് കണ്ട പച്ചമരത്തിന്റെ കീഴിൽ ബിംബോ സ്തംഭോ സ്തൂപവും നാട്ടി 2 കാളക്കുട്ടിയെ ദാനിലും ബഥേലിലും കൊണ്ട് സ്ഥാപിച്ച് അതിന് ആമൻ ബലിപീഠങ്ങൾ പണിത് ആ വിധത്തിൽ പോകുന്നവരായി ഇസ്രായേൽ മക്കള്. യഹോശാഫാത്ത് യഹൂദയിലെ രാജാവാ. യെരൂശലേം ദേവാലയം അവിടാ, പുരോഹിതന്മാർ അവിടാ, ഇവിടെ യാഗം ആരാധന, ശെക്കേന ഇറങ്ങിയത് ഇവിടാ, ദൈവാലയം ഇവിടെ സ്ഥിതി. അവിടുത്തെ രാജാവായ യഹോശാഫാത്ത്. ഇത് പ്രമാണമുണ്ട്, അത് പ്രമാണമില്ല. വന്ന് ഇപ്പൊ ഈ 2 പേരോട് സംസാരിച്ച് പറയാ, അയ്യോ അച്ചായന്റെ കൂടെ ഞാൻ വരുന്നോന്നോ? നിന്നെ കുഴപ്പം. ഞാനും നീയും എന്റെ ജനോ നിന്റെ ജനോ ഒരുപോലെ ഇരിക്കുന്നു. എന്തുവാ വ്യത്യാസം? എന്താ വായ്പം വ്യത്യാസം? വലിയ വ്യത്യാസം ഒന്നും നോക്കിയിട്ട് എല്ലാവരുടെയും കാര്യമല്ല. സ്തോത്രം. മറ്റുള്ളവർ കാണിക്കുന്ന കോലാഹലങ്ങളും ആഡംബരങ്ങളും എല്ലാം ഇപ്പം പെന്തിക്കോസുകാരുടെ ഇടയിലും ഉണ്ട്. പക്ഷെ ഇതിന്റെ നടുവിൽ വേർപാട് പാലിക്കുന്ന ചിലരുണ്ട്. അവരുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ പോകുന്നത്. അവിടങ്ങളിൽ കരകുന്ന ചില മാതാക്കളും പിതാക്കന്മാരുമുണ്ട്. അവിടങ്ങളിൽ ഇരുന്ന് ജാഗരിക്കുന്ന ചിലരുണ്ട്. അവരെ ഓർത്താ ദൈവം ഇത് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഇതൊക്കെ കണ്ട് ഞരങ്ങുന്ന ഭാരപ്പെടുന്ന ദൈവം ഇതിൽ നിരാശപ്പെടരുത്. അവരെ ചേർക്കാനാ യേശു വീണ്ടും വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾ വേർപാട് പാലിക്കണം. അതെ, ഇവർ ജാതികളെ നശിപ്പിച്ചില്ല, ജാതികളുമായിട്ട് ഇടകലർന്നു, അവരുടെ പ്രവർത്തികളെ പഠിച്ചു. നിങ്ങൾ മുമ്പേ പറഞ്ഞ പോലെ പിണങ്ങാതിരിക്കാൻ 1-2 കാര്യം പറയാം. പിണങ്ങരുത്. നമ്മൾ ഈ പെന്തിക്കോസ് വന്നു, ശരിയാ. എന്നാലും നമ്മൾ ജാതികളുടെ പ്രവർത്തികൾ പലതും ഇതുവരെ വിട്ടിട്ടില്ല. വിട്ടോ? നിങ്ങൾ സത്യം പറയണം. മിണ്ടുകയല്ല. സത്യം പറയാത്തതാണോ അതോ ഒന്നും പറയാത്തതാണോ?
നമ്മൾ ഈ മാർഗത്തിൽ പെന്തിക്കോസ് വന്ന് കുനിഞ്ഞിരിക്കരുത്. കുനിഞ്ഞിരിക്കുന്നവരോടായിരിക്കും ചോദ്യം വരുന്നത്. നിങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഓർക്കുന്നത് പാസ്റ്റർ എന്നോടൊന്ന് അപ്പം ഞാൻ നോക്കുമ്പോൾ കുനിഞ്ഞിരിക്കുന്നവരോടാ ഞാൻ ചോദ്യം ചോദിക്കാൻ പോകുന്നത്. നമ്മൾ പെന്തിക്കോസ് വന്നു, നല്ല കാര്യം, ഈ മാർഗത്തിൽ വന്നു. പക്ഷെ ജാതികളുടെ പല പ്രവൃത്തിയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മൾ ഇപ്പോഴും വിട്ടിട്ടില്ല. വിട്ടോ? ഈ ജവളിക്കടയിലെ ബൊമ്മ ഇങ്ങനെ തലയാട്ടം പോലെ ആട്ടാതെ നിങ്ങൾ എന്തെങ്കിലും അങ്ങ് തുറന്ന് പറയണേ. കണ്ടിട്ടില്ല? ഫാൻ്റെ കാറ്റ് വരുമ്പോൾ അതിങ്ങനെ. നമ്മൾ ഈ മാർഗത്തിൽ വന്നു, നല്ല കാര്യമാണ്. പക്ഷെ നേരത്തെ പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാമൂലുകളൊന്നും ഇതുവരെയും പലരും വിട്ടിട്ടില്ല. നിങ്ങൾ വിട്ടോ? പറ. നിങ്ങൾ എന്തേലും ഒന്ന് പറ, വിട്ടോന്ന്. വിട്ടോ? എല്ലാരും എടുക്കപ്പെട്ടതാണോ അതോ അല്ല അനക്കമൊന്നുമില്ല? നമ്മൾ ഈ മാർഗത്തിൽ വന്നു, വളരെ ശ്രേഷ്ഠം. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ആത്മസ്നാനം പ്രാപിച്ചു, തിരുമേശ എടുക്കുന്നു, നൃത്തം ചെയ്യുന്നു, ആരാധിക്കുന്നു, പ്രൈസ് ആൻഡ് വർഷിപ്പ്, പവർ കോൺഫറൻസ്, ഫയർ മീറ്റിംഗ്, കാത്തിരിപ്പ് യോഗ, ഉപവാസ പ്രാർത്ഥന, 21, 40 എല്ലാം വളരെ നല്ലത്. ഈ മാർഗത്തിൽ വന്നിട്ട് 5, 8, 10, 20, 30, 50 കൊല്ലവുമായി, വളരെ നല്ലത്. പക്ഷേ പഴയ ആചാരങ്ങളും മാമൂലുകളും ചില ചടങ്ങുകളും അനുഷ്ഠാനങ്ങളൊന്നും പലരും ഇതുവരെ വിട്ടിട്ടില്ല. വിട്ടോന്നാ എന്റെ ചോദ്യം. ഞാന് വിടാത്ത കാര്യങ്ങള് ഒരു 118 കൂട്ടം കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാം വിട്ടെന്നും പറഞ്ഞാൽ മിണ്ടാതിരിക്കുന്നത്. അപ്പൊ ഞാന് ഒരു 118 കാര്യം വിടാനുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ പറയാം, ഓ അങ്ങനൊന്നും ഇല്ല പാസ്റ്ററെ. ഇല്ലെങ്കിൽ ഞാൻ ഒരു 4-5 എണ്ണം പറയട്ടെ. പറ. നിങ്ങൾ പറഞ്ഞെങ്കിലേ ഞാൻ പറയുള്ളൂ. പറയാം. അപ്പൊ നിങ്ങളത് വിട്ട്, ഞാൻ പറയുന്ന കാര്യം വിട്ടെങ്കിൽ വിട്ടവരെല്ലാം കൈപൊക്കണം. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇപ്പൊ കൈപൊക്കണ്ട, ഞാൻ പറഞ്ഞു കഴിഞ്ഞ്. കൈ ഉണ്ടല്ലോ, ഞാൻ പറയുമ്പോൾ പൊക്കിയാൽ മതി. നമ്മൾ ഈ പെന്തിക്കോസിലൊക്കെ വന്നെങ്കിലും ചില ആൾക്കാര് അങ്ങനെ അത് ചിന്തയും അങ്ങനെ സംസാരവും ഒന്നും ഇല്ലാത്തവര് കൈ പൊക്കിക്കൊണ്ട് തൻ്റെ ഇടത്തോടെ. ചില ആൾക്കാർ മധ്യ തിരുവിതാംകൂറിലെ ചില ചടങ്ങൂടെ വെച്ചാ ഞാൻ ഈ പറഞ്ഞ, ഇവിടുത്തെ അറിയത്തില്ല. ചില ആൾക്കാർ പെന്തിക്കോസ് വന്നിട്ട് പറയല്ലേ, എന്നെ അന്നോ 2 ദിവസമായിട്ട് കൈയുടെ വെള്ള അത് വിട്ടിട്ടുള്ളവർ കൈപൊക്കാൻ. ഞാൻ തിരിഞ്ഞു നിന്നോളാം. കൈതാക്ക്. ആട്ടെ, നിങ്ങൾ ചിലരത് വിട്ടല്ലോ, നല്ല കാര്യം. 2 പേര് ഒരു സഭയിലാ. അപ്പം പേരെന്നാ? പുഷ്പലത. നമ്മുടെ പേരെന്നാ? ശാന്ത. അടുത്തടുത്താണോ താമസിക്കുന്നത്? എന്നാ ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങളുടെ 2 പേരുടെ പേര് വെച്ച് പിണങ്ങരുത് കേട്ടോ. നാളെ ഈ സഭയെ വരാതെ ഇരിക്കരുത്. ഞാൻ അങ്ങ് പൊക്കോളാം, നിങ്ങൾ ഈ സഭയെ വരണം. ശാന്തയും പുഷ്പലതയും. അപ്പം ഇങ്ങോട്ട് നോക്കിയ എന്നെ നോക്കാൻ. അപ്പം 2 ഒരു സഭയിലാന്നേലും ശാന്തമ്മ പുഷ്പലതയോട് പറയാം, അല്ലെ പുഷ്പലത ശാന്തമ്മയോട് പറയാ, ശാന്തമ്മ നമ്മളൊരു സഭയിലൊക്കെയാ, പക്ഷെ സന്ധ്യ കഴിഞ്ഞ് ഞങ്ങളുടെ മുറ്റത്തൂടെ വെള്ളവും കോരിക്കൊണ്ട് പോകരുത്. വിട്ടിട്ടുണ്ട് കൈ പൊക്കണം, വിട്ടില്ലെങ്കിൽ കൈ പൊക്കരുത്. കൈതാത്തട്. സ്തോത്രം. 2 കാര്യം പറഞ്ഞു. രാവിലെ തിണ്ണയിലോട്ട് വന്നപ്പം വാഴത്തണ്ടയിലിരുന്ന് ഒരു കാക്ക കരയുന്നു. അയ്യോ, ഇന്ന് ആരേലും
വിട്ടിട്ടുണ്ട് കൈ പൊക്കണം, വിട്ടില്ലെങ്കിൽ കൈ പൊക്കരുത്. കൈ താത്തിട്. 3. പേരെന്തുവാ? ഇതും ശാന്തയാ. പേരെന്നാ? ഷെർലി. നമ്മുടെ പേരെന്നാ? വേറെ ചോദ്യം തരാം. ഷെർലി എടുക്കട്ടെ. ശാന്തമാമയും ഷെർലിയും കൂടെ സംസാരിക്കുക. ഉദാഹരണമാകട്ടോ, വഴക്കുണ്ടാക്കരുതേ. എൻ്റെ ഷെർലി, ഞാൻ ഈ വീട്ടിൽ വന്ന് അനുഭവിച്ച പങ്കപ്പാടും ദുരിതവും. ഞങ്ങളുടെ അമ്മായിയമ്മ ആരാന്നറിയാമോ? അച്ചായൻ്റെ പെങ്ങളൊരുത്തി ഉണ്ടായിരുന്നു, കെട്ടിക്കാത്ത ഒരെണ്ണം. പിന്നെ ഞാൻ വന്നു കഴിഞ്ഞാൽ അതിനെ പ്രാർത്ഥിച്ച് കെട്ടിച്ച. ഉദാഹരണമാണ്, വഴക്കുണ്ടാക്കരുതേ. എന്നോട് ചെയ്തതും ഷെർലിക്ക് അറിയത്തില്ല, എന്നോട് ചെയ്തതും പറഞ്ഞതും ഒക്കെ അയ്യോ ഞാൻ അനുഭവിച്ചതുപോലെ ഈ ലോകത്തിലാരും അനുഭവിച്ചില്ല. ഒരിക്കൽ അവൾ എൻ്റെ കൊങ്ങായിക്ക് ഞെക്കിപ്പിടിച്ച് എൻ്റെ നാക്ക് വെളിച്ചാൽ എന്തെല്ലാം. കണ്ടോ, ഞാൻ പറഞ്ഞ സത്യമല്ലേ? പറ. വിട്ടെങ്കിൽ കൈ പൊക്കണം, വിട്ടിട്ടില്ലെങ്കിൽ കൈ പൊക്കണ്ട. കൈ താത്തട്. പേരെന്നാ? വിക്രമൻ. മോൻ്റെ പേരെന്നാ? അഭിഷേക്. ഉദാഹരണമാകട്ടോ, ഉടക്കുണ്ടാക്കരുത്. അഭിഷേക്, നാളെ 1-ാം തീയതിയാ ഞങ്ങളുടെ വീട്ടിലൊന്ന് വരണം. വിട്ടെങ്കിൽ കൈ പൊക്ക്, വിട്ടില്ലെങ്കിൽ കൈ താക്ക്. ഇവർ ജാതികളെ നശിപ്പിച്ചില്ല, ജാതികളുമായിട്ട് ഇടകലർന്നു, അവരുടെ പ്രവർത്തികളെ പഠിച്ചു. ദൈവമക്കൾ വേർപാട് പാലിക്കണമെന്നാണ് ഞാനീ പറഞ്ഞു വരുന്നത്. മനസ്സിലാകുന്നോ? പേരെന്നാ പറഞ്ഞേ? സുനി. നമ്മുടെ പേര് പ്രഭ. രണ്ടുപേരൂടെ പറയുക. അടുത്താ താമസിക്കുന്നെങ്കിൽ അങ്ങനെ അകലെ വന്നില്ല, ഞാനങ്ങ് പറയാം. പ്രഭേ, നമ്മളൊരു സഭയിലൊക്കെയാ. പക്ഷെ ഒരു കാര്യത്തെ, സന്ധ്യ കഴിഞ്ഞ് തുണി കല്ലേ തല്ലി അലക്കരുത്. വിട്ടെങ്കിൽ കൈ പൊക്കണം, വിട്ടില്ലേ കൈ താക്കണം. സന്ധ്യ കഴിഞ്ഞ് തുണി സ്തോത്രം. യാത്ര പോകാൻ പ്രാർത്ഥിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി റോഡിലോട്ട് വന്നപ്പോൾ ഒരു സാധനം മറന്നുപോയി. ഉടനെ അങ്ങോട്ട് കയറുകയല്ല. മോളി ആ സാധനം അതിഞ്ഞെടുത്തോണ്ട് വന്നേ, ആ ബായിക്ക് അതിനെ തിരിച്ചു പോകാത്തേ. വിട്ടെങ്കിൽ കൈ പൊക്കണം, വിട്ടില്ലെങ്കിൽ കൈ പൊക്കണ്ട. പെന്തിക്കോസിലായി പറഞ്ഞേ. വണ്ടി ഓടിച്ചങ്ങോട്ട് മുന്നോട്ട് ചെന്നപ്പോ അപ്പുറത്തുകാരുടെ പൂച്ച എടുത്തൊരു കണ്ടം പൂച്ചത്. ദൈവമേ, വിട്ടെങ്കിൽ കൈ പൊക്കണം, വിട്ടില്ലെങ്കിൽ കൈ താക്കണം. ഞാൻ 118 കാര്യം കുറിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എത്ര എണ്ണം പറഞ്ഞു? 6. ഇനിയും വേണം, ബാക്കി വേണോ? പറ. വിട്ടെന്ന് ആരാണ്ട് ഇവിടെ നിന്നങ്ങാണ്ട് ഇട്ടോ എന്ന് പറയാന്ന് കേട്ടായിരുന്നു. വിട്ടില്ലെന്നായി തെളിയിക്കുന്നേ. സ്തോത്രം. എന്നാണോ ഇന്നലെ മുതൽ കണ്ണ് മനസ്സിലാകുന്നുണ്ടോ? ചിലര് എന്തെങ്കിലും സരസമായ രസകരമായ കാര്യം പറഞ്ഞ് നല്ലതുപോലെ ചിരിച്ച. ഒത്തിരി ചിരിക്കരുത്. വിട്ടെങ്കിൽ കൈ പോക്കണം. മനസ്സിലാകുന്നുണ്ടോ? വിവാഹം കഴിഞ്ഞതാണോ? പേരെന്തുവാ? എസ്തേർ. നല്ല പേര്. അമ്മായിയമ്മയുണ്ടോ ഇവിടെ? ഇവിടെ ഇല്ല. അമ്മായിയമ്മയും മരുമകളും ഉള്ള ആരാ? അമ്മായിയമ്മയും കൈവക്കണം. ഷെർലി. അമ്മായിയമ്മ ഏതാ? എന്ത് ചെയ്യ? എഴുന്നേറ്റ് ഞാൻ ഒന്ന് കാണട്ടെ. ഒക്കുവോ? എഴുന്നേക്കാൻ പറ്റുമോ? ദൈവം അനുഗ്രഹിക്കട്ടെ. അമ്മായിയമ്മയും മരുമകളും മോളും അമ്മയും പോലെ ഇരിക്കുന്നല്ലോ.
നല്ല ചേർച്ചയുണ്ട്. ആ, കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? 17 വർഷം. ഹസ്ബൻഡ് ഉണ്ടോ? പുള്ളി പേടിച്ചിരിക്കുക, ദൈവമേ. കല്യാണം കഴിഞ്ഞ് വീട്ടോട്ട് വന്നപ്പം മോളെ ഷെർലി ഒന്നെങ്കിൽ പറഞ്ഞു കാണും, ഇല്ലെങ്കിൽ ഷെർലിയോട് അമ്മ പറഞ്ഞു കാണും. ഏത് കാല് വെച്ചാ കയറിയേ? പറ. ഇടത്തെ കാലെന്നെ വെക്കാഞ്ഞേ? ദൈവം തന്നതല്ലേ? ഓർക്കുന്നുണ്ടോ ഏത് കാലാ വെച്ചെന്ന്? ഇടത്തെ കാലെന്നെ വെക്കാഞ്ഞേ? രണ്ട് കാലും ദൈവം തന്നതല്ലേ? ഇതൊക്കെ പഴയ ചടങ്ങ് കിടക്കുക. സ്തോത്രം. നമ്മളെല്ലാം വിട്ടോ? പറ, ഉറക്കെ പറ. ദൈവത്തിന് മഹത്വം. ശാന്തമാമ ബൈബിൾ ഇപ്പം മറക്കുന്ന ഞാൻ ഇനി ചോദിക്കുമെന്ന് ഓർത്താണ്. ഇല്ല, അമ്മാമ്മയുടെ ചോദ്യം നിർത്തി. പേരെന്നാ? വിജയലത. പുതിയ വീട് വെച്ച് കഴിഞ്ഞപ്പോൾ പുതിയ അടുപ്പ്, പുതിയ കലം, പുതിയ തവി, പാല് കാച്ചി. അവിടെ ചെയ്തില്ലായിരിക്കും. വീട് വെച്ചോ? വെച്ചോ? എത്ര നാളായി? സ്തോത്രം. ചിലയിടങ്ങളിൽ പെന്തിക്കോസുകാരും ഇത് ചെയ്യും. ഒരു വീടിന്റെ പ്രതിഷ്ഠയ്ക്ക് വിളിച്ചപ്പോൾ ഒത്തിരി ആൾ അടുക്കളയിലൊക്കെ അങ്ങോട്ട് കയറാൻ ബുദ്ധി. ഞാൻ അവിടെ അങ്ങ് ഇരുന്നു. അപ്പോൾ ഒരു പെന്തിക്കോസുകാരി തള്ള ആ വീട്ടിലെ തള്ളയോട് പറയാ, മോളിക്കുട്ടി തിളച്ചു തൂവണമെന്ന്. തിളച്ച് പഴയ ചടങ്ങായതെല്ലാം. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ സ്വാഭാവികമായതുകൊണ്ട് ഇപ്പൊ ഇത്ര 118 കൂട്ടം കാര്യം കുറിച്ച് വെച്ചിട്ടുണ്ട്. അതെ, ഇന്ന് ഈ പറഞ്ഞ വിഷയത്തിൽ ഏതേലും വിടാനുണ്ടെങ്കിൽ ഒന്ന് വിടാമോ? ബാക്കി ഇനി എന്നേലും വരുമ്പോ പറയാം. ഈ പറഞ്ഞ വിഷയത്തിൽ ഏതേലും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് പകൽ അതിനോടങ്ങ് വിട പറ. വേറെ ഒത്തിരി ഉണ്ട്. അമ്മ കച്ച, ഇവിടെ കച്ചയാണെന്ന് അറിയത്തില്ല. കല്യാണം കഴിഞ്ഞ് ഇറക്കാനും പെണ്ണും വരുമ്പോൾ അമ്മയ്ക്ക് കൊടുക്കും. ഇപ്പൊ സാരിയാ ഇപ്പൊ കൊടുക്കണ്ടേ, പണ്ട് കച്ചയാ. മേടിക്കട്ടെ, ഉടനെ കൊടുക്കട്ടെ. ഉടനെ പാസ്റ്റർമാരും എടുത്ത് നിൽപ്പുണ്ട് പ്രാർത്ഥിക്കാൻ. മേടിക്കട്ടെ, ഉടനെ കൊടുക്കട്ടെ. ഉടനെ വാങ്ങട്ടെ എന്ന് ചോദ്യം. ഉടനെ കൊടുക്കട്ടെ എന്ന് അമ്മാമ്മ പറ. ഉടനെ വീഡിയോക്കാരൻ, അമ്മാമ്മ ഇപ്പൊ കൊടുക്കരുത്, താടി ഇച്ചിരി ഒന്ന് കളത്തിയാട്ടെ, ചിരിച്ചാട്ടെ, നോക്കി കൊടുത്താട്ടെ. ഒന്നും വിട്ടിട്ടില്ല. യോഗ സ്ഥലത്ത് കയറി ഇരിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താ കയറിയിരിക്കില്ല. വീഡിയോക്കാരൻ എങ്ങോട്ട് വെട്ടിക്കാൻ പറഞ്ഞാലും കണ്ടോ. ഒരു കാര്യം ദൈവമക്കളോട് പറയാ, വിടേണ്ടതെല്ലാം പൂർണ്ണമായിട്ട് വിടണം. ഞാൻ ആ ഭാഗം നിർത്തുക. ആഭിചാരം യാക്കോബിന് പറ്റാത്തതിന്റെ ഒന്നാമത്തെ കാര്യം വേർപാട് പാലിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, പ്രിയപ്പെട്ടവരെ, നീ ഏത് രാജ്യത്ത് എവിടെ പാർത്താലും വേർപാട് പാലിച്ചാൽ ഒരു ശത്രുവിൻ നിന്നെ തൊടുകയല്ല, ഒരു വൈരികൻ നിന്നെ തൊടത്തില്ല, ഒരാഭിചാരവും നിനക്ക് പറ്റത്തില്ല. ഹല്ലേലൂയ. ഇനി വിശദീകരിക്കുന്ന ഓടിച്ച് പറയാം. ആമേൻ. ആഭിചാരം യാക്കോബിന് പറ്റാത്തതിന്റെ രണ്ടാമത്തെ കാരണം ആ 23-ാമത്തെ ആയത്തിന്റെ 22-ാമത്തെ വാക്യത്തിന്റെ രണ്ടാം ഭാഗം വായിച്ചേ ശാന്തമാമേ. കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. ആഭിചാരം യാക്കോബിന് പറ്റാത്തതിന്റെ രണ്ടാമത്തെ കാരണം കാട്ടുപോത്തിന് തുല്യമായ ബലമുണ്ട് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലിന് ഒരാഭിചാരവും പറ്റത്തില്ല.
ഹല്ലേലൂയ. കാട്ടുപോത്തിന് തുല്യമായ ബലം വിശദീകരിക്കുന്നില്ല. 21-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യം പഠിച്ചാൽ ഇവര് ക്ഷീണിച്ചു എന്നാ അവിടെ എഴുതിയിരിക്കുന്നത്. 21-4 മുതൽ പഠിക്കുമ്പോൾ പിന്നെ അവർ ഏതോ ദേശത്ത് ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിങ്കൽ നിന്ന് ചെങ്കടൽ വഴിയായിട്ട് യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. ജനം ദൈവത്തിന് മോശയ്ക്കും വിരോധമായിട്ട് സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രയീം ദേശത്ത് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പവുമില്ല വെള്ളവുമില്ല, സാരമില്ലാത്ത ആകാരം ഞങ്ങൾക്ക് വെറുപ്പ്. അപ്പോൾ ഈ കണ്ണികയ്ക്കകത്ത് ക്ഷീണിച്ചു വന്നായി എഴുതിയിരിക്കുന്നത്. 21-4 ക്ഷീണിച്ചവരെ പറ്റി 23-22 പറയുക കാട്ടുപോത്തിന് തുല്യ ബലമുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിനിടയ്ക്ക് വരി ബലപ്പെട്ട്. എപ്പോഴാ ബലപ്പെട്ടെന്നറിയാമോ? 21-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം വിവരിക്കുന്നില്ല, വാക്യം വായിച്ചങ്ങ് നിർത്ത. 21:16. അവിടെ നിന്ന് അവർ ബേറിലേക്ക് പോയി. യഹോവ മോശയോട് ജനത്തെ ഒന്നിച്ചു കൂട്ടുക, ഞാൻ അവർക്ക് വെള്ളം കൊടുക്കുമെന്ന് കൽപ്പിച്ച കിണർ അത് തന്നെ. ആ സമയത്ത് ഇസ്രായേൽ കിണറെ പൊങ്ങിവ, അതിന് പാടുവേൻ. പ്രഭുക്കന്മാർ കുഴിച്ച കിണർ, ജനശ്രേഷ്ഠന്മാർ ചെങ്കോൽ കൊണ്ടും തങ്ങളുടെ ദണ്ണുകൾ കൊണ്ടും കുത്തിയ കിണർ എന്നുള്ള പാട്ടുപാടി. ശ്രദ്ധിക്കുക, 21-4 ക്ഷീണിച്ചെന്നെഴുതി. 23-22 പറയുക കാട്ടുപോത്തിന് തുല്യ ബലം. അപ്പോൾ 21-4 ക്ഷീണിച്ചവർ ബലപ്പെട്ടു. ബലപ്പെട്ടത് എപ്പോഴാണെന്നറിയാമോ? ഈ കിണറ്റിങ്കരെ വന്ന് പാട്ടുപാടി അങ്ങോട്ട് ബലപ്പെട്ടപ്പോൾ കിണറ്റിൽ നിന്ന് വെള്ളം പൊങ്ങി വന്നു. പിന്നെ അവരെ ബേറിലേക്ക് കൊണ്ടുപോയി. യഹോവ മോശയോട് ജനത്തെ ഒന്നിച്ചു കൂട്ടുക, ഞാൻ അവർക്ക് വെള്ളം കൊടുക്കുമെന്ന് കൽപ്പിച്ച കിണർ ആണ് തന്നെ. അപ്പോൾ ഇസ്രായേൽ കിണറ് പൊങ്ങിവാ, കിണറ് പൊങ്ങിവാ, അതിന് പാടുവീൻ. പ്രഭുക്കന്മാർ കുടിച്ച കിണർ, ജനസേട്ടന്മാർ തങ്ങളുടെ ചെങ്കോല് കൊണ്ട് ദണ്ടുകൊണ്ട് കുത്തിയ കിണറെന്നുള്ള പാട്ട് പാടി. എന്ന് പറഞ്ഞാൽ ഈ കിണറ്റിങ്കരെ ഇവർ ഒന്നിച്ചു കൂടി. ക്ഷീണിച്ചവരെല്ലാം തളർന്നു പോയവരെല്ലാം കൂടെ ഈ കിണറ്റിങ്കരെ ഒന്നിച്ചു കൂടി ഇവർ പാട്ട് പാടി അങ്ങോട്ട് ബലപ്പെട്ടു. കിണറ് പൊങ്ങിവാ, കിണറ് പൊങ്ങിവാ എന്ന് പറഞ്ഞ വെള്ളം പൊങ്ങി വരണം. അങ്ങനെ പാട്ട് പാടി ബലപ്പെട്ടപ്പോൾ ഈ വെള്ളം പൊങ്ങി വന്നു. ആ വെള്ളം ഇവർ കുടിച്ചപ്പോൾ കാട്ടുപോത്തിന് തുല്യ ബലമുണ്ടായി. നമ്മുടെ കർത്താവ് ഒരിക്കൽ കിണറ്റിങ്കരെ വെച്ചാണല്ലോ ശമരിയാക്കാരിയോട് പറഞ്ഞത്, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം ദാഹിക്കും, പക്ഷെ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കത്തില്ല, അത് നിത്യജീവന്റെതാ. അവള് ചോദിച്ചു, എവിടുന്നാ വെള്ളം വന്ന്? ഇങ്ങേരുടെ ഈ കയറുമില്ല, പിന്നെ എങ്ങനെ? പണ്ട് സൺഡേ സ്കൂളിന് പിള്ളേർ പാടുന്ന ഒരു പാട്ടാ, എനിക്കതിൻ്റെ ലൈനെല്ലാം അറിയത്തില്ല, അറിയാവുന്ന നിങ്ങൾ എൻ്റെ കൂടെ പാടണം, ഞാൻ തെറ്റിച്ചാൽ നിങ്ങൾ തെറ്റിക്കാതെ പാടണം. ശമരിയാക്കാര് ചോദിക്കുക, കയറില്ല പാളയുമില്ല, പിന്നെ എങ്ങനെ വെള്ളം കോരും? ആട്ടെ, ഇത്രയും ഒപ്പിച്ചല്ലോ. സ്തോത്രം. അല്ലല്ല, നീയൊരു കൂതൻ, ഞാൻ ഇന്നൊരു ശമരിയായ സ്ത്രീ, ഞാൻ കോരിയ വെള്ളം തൊട്ടാൽ തീണ്ടലില്ലേ, ഞാൻ കോരിയ വെള്ളം തൊട്ടാൽ. മകളെ നീ ശങ്കിക്കേണ്ട, ആ പാട്ട് എല്ലാരും ഒന്ന് പഠിച്ചേച്ച് ഇനി ഞാൻ വരുമ്പോ നമുക്ക് പാടാം. ചുമ്മാ ഇരിക്കല്ലോ, ഒരു പാട്ടങ്ങ് പഠിക്കുക. എന്തായാലും ഈ ശമരിയാക്കാരിയുമായി സംസാരിച്ചു. കർത്താവ് പറയുക, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം ദാഹിക്കും, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവൻ ഒരു നാളും, അത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് കൊടുക്കാനുള്ള പരിശുദ്ധാത്മാവിനെ പറ്റി പറയുകയാ. പരിശുദ്ധാത്മാവിന്റെ വെള്ളം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മക്കൾ ക്ഷീണിച്ച് തളർന്നു പോയവരെല്ലാം കൂടെ ബേറിൽ വന്ന് കിണറിന്റെ വട്ടം നിന്ന് ഇവർ പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ ആ കിണറ്റിലെ വെള്ളം പൊങ്ങി വന്നു. ആ വെള്ളം കുടിച്ചപ്പോൾ കാട്ടുപോത്തിന് തുല്യ ബലമുണ്ടായി. അതുകൊണ്ട് ആ കാട്ടുപോത്തിന് തുല്യ ബലമുള്ളവന് ആ വിചാരം പറ്റത്തില്ല.
എന്ന് പറഞ്ഞാൽ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതല് പരിശുദ്ധാത്മ നിറവിൽ അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്ന നിന്നെ ഒരാഭിചാരവും തൊടത്തില്ല, നിന്നെ ഒരു ശുദ്രശക്തിയും തൊടത്തില്ല. അതുകൊണ്ട് സഭയിലുള്ള എല്ലാവരും അഭിഷേകം പ്രാപിക്കണം. സഭയിലുള്ള എല്ലാവരും അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ ആരാധിക്കണം. ആരാധിക്കുന്ന നിന്നെ, ആത്മാവിൽ ബലപ്പെടുന്ന നിന്നെ ഒരു ശത്രുവും തൊടത്തില്ല. ഒരു ആഭിചാരവും നിനക്ക് പറ്റുകയില്ല. ഒരു കൂടോത്രവും ഏക്കത്തില്ല. ഒരു ലക്ഷണവിദ്യയും ഫലിക്കത്തില്ല. ദൈവത്തിന്റെ പൈതല്, നീ ആത്മാവിൽ ബലപ്പെട. എല്ലാവരും കർത്താവിനെ ആരാധിച്ചാട്ടെ. ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം. എല്ലാവരും അല്പസമയം ദൈവത്തെ ആരാധിക്കുക യേശുവിന്റെ നാമത്തിൽ. അടമനയാ വൈശപ്രമനാ ദൂരവ ശൈതൽ കാട്ടുപോത്തിന് തുല്യ ബലമുള്ള ദൈവത്തിന്റെ പൈതല്, ഒരു ആഭിചാരവും നിന്നെ തൊടത്തില്ല. മന്ത്രവാദത്തിന്റെ ശക്തികൾ, ആഭിചാരത്തിന്റെ ശക്തികൾ, ശുദ്ര പ്രയോഗങ്ങൾ, ഗൂഢപ്രയോഗങ്ങൾ ഇന്ന് മുതൽ അടിയട്ടെ. അർത്താജാല വൈടക്കെട്ട ധാരക്കടയ ധൂമനപക്ഷം വേലക്കെട്ട് അമ്പലവേദി വൈടകരച്ച ധൂരപരക്ഷ ഐടാവാന വൈദകരച്ച ധൂരപരപടബല അടിൽക്കട ദിപരപടബല